സദസ്സിലുമുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും സ്വാഗതം, നമസ്കാരം. 1951 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച കേസരി വാരിക 75ാം വാർഷികത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി രാജ്യവ്യാപകമായി കേസരി നടത്തുന്ന ധൈഷണിക സംവാദ പരമ്പരകൾ ആരംഭിച്ചിരിക്കുകയാണ്. അത്തരമൊരു ചിന്തയിൽ കേസരിയുടെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് നമുക്കെല്ലാം അറിയുന്നത് പോലെ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് മലയാള മാധ്യമ രംഗത്തുനിന്ന് തന്നെ കട്ടിംഗ് സൗത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തി ഒരു സെമിനാർ നടക്കുകയുണ്ടായി. ഉത്തര ഭാരതത്തിൽ നിന്നും ദക്ഷിണ ഭാരതത്തെ വേർപെടുത്തുക എന്ന നിഗൂഢ ദൗത്യവുമായി കുറേയേറെ വർഷങ്ങളായി രാജ്യവിരുദ്ധ ശക്തികൾ നിശബ്ദമായും അല്ലാതെയുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തെ വിഘടന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏതാണ്ട് ഒരു ശമനമുണ്ടായി വരുന്ന ഈ കാലത്ത് ഉത്തര ഭാരതവും ദക്ഷിണ ഭാരതവും രണ്ട് സംസ്കാരമാണ്, രണ്ട് സ്വഭാവമുള്ള ജനങ്ങളാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ തന്നെ വിഭജിക്കണം എന്ന വാദമുയർത്തിക്കൊണ്ടുള്ള ചില പ്രചരണങ്ങൾ ചില കോണുകളിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. 1960കളിൽ അത് തമിഴ്നാട്ടിൽ ദ്രവീഡിയൻ വാദമായിട്ടാണ് തുടങ്ങിയത് എങ്കിൽ 47 കിഴക്കും പടിഞ്ഞാറുമായി ഭാരതത്തെ രണ്ടാക്കുവാൻ കഴിഞ്ഞ ശക്തികൾ കൂടി ചേർന്നുകൊണ്ട് അത്തരം വിഭജനവാദത്തിന് പിന്തുണ കൊടുത്ത ഇടതുപക്ഷ ശക്തികളുടെ പൂർണ്ണ പിന്തുണയോടുകൂടി കട്ടിംഗ് സൗത്ത് വാദം പിടിമുറുക്കിയിരിക്കുന്നത് കേരളത്തിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സാംസ്കാരിക ദേശീയതയാണ് ഈ നാടിൻ്റെ ഐക്യത്തിൻ്റെ ആധാരം എന്നുറച്ച് വിശ്വസിക്കുന്ന കേസരി വാരിക ഇതിനെതിരെ ശക്തമായ പ്രചരണ സംവാദ പരിപാടികളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ദില്ലിയിലെ അശോക ഹോട്ടലിൽ കേന്ദ്രമന്ത്രിമാരുടെയും കേരള ഗവർണറുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന ആദ്യ കോൺക്ലേവ് ഒരു വൻ വിജയമായിരുന്നു. അന്നു തന്നെ തീരുമാനിച്ചതാണ് തിരുവനന്തപുരത്ത് ഇത്തരമൊരു കോൺക്ലേവ് നടത്തുക എന്നുള്ളത്. സാംസ്കാരിക ദേശീയതയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ ഈ രാഷ്ട്രത്തിൻ്റെ ഏകതയ്ക്ക് വേണ്ടിയുള്ള ആശയപരമായ പശ്ചാത്തലം കാണാൻ സാധിക്കും. അഗസ്ത്യ മഹാമുനി കൈലാസത്തിൽ നിന്നും ഹിമാലയത്തിൽ നിന്നും വിന്ധ്യാചലം കടന്ന് ദക്ഷിണാപഥത്തിലേക്ക് നടത്തിയ യാത്ര വിന്ധ്യപർവ്വതം ഉയർന്നു പൊങ്ങി ഈ രാജ്യത്തെ രണ്ടാക്കുമെന്ന ഭീതിക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന ആശയം നമുക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കും. രാമായണത്തിലും ഒരുപക്ഷെ ഈ ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന ആശയം തന്നെ ആദ്യം നമ്മൾ കാണുന്നത് രാമായണത്തിലാണ്. ലങ്കയിലേക്ക് രാമ സേതു പണിത ശ്രീരാമൻ അഖണ്ഡ ഭാരതത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നടത്തിയ ഒരു ജനകീയ മുന്നേറ്റമാണ് രാമായണത്തിൽ കാണുന്നത്. ചിലരൊക്കെ ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഈ ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന പേര് കട്ടിംഗ് സൗത്ത് വാദത്തെ അംഗീകരിക്കുന്നുണ്ടല്ലേ ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന ഒരു പേരിടുന്നത്. ഒരിക്കലും അങ്ങനെയല്ല, അതൊരു പ്രതീകമാണ്. യൂണിഫൈങ് ഫോഴ്സ് എന്നുള്ള സാംസ്കാരിക ദേശീയത പ്രതീകമാണ് ഈ പേര് തന്നെ. അപ്പം ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നോക്കി ബ്രിഡ്ജിംഗ് സൗത്ത് കാണാം. ചരിത്ര കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഭാരതത്തെ അഖണ്ഡമാക്കുവാൻ വേണ്ടി നടത്തിയ സാംസ്കാരിക തീർത്ഥാടന പരമ്പര തന്നെ ആരംഭിക്കുന്നത് ശങ്കരനാണ്. 9ാം നൂറ്റാണ്ടിൽ കാലടിയിൽ ജനിച്ച് ഭാരതം മുഴുവൻ പദയാത്ര ചെയ്ത് 4 മഠങ്ങൾ സ്ഥാപിച്ച സാംസ്കാരിക ദേശീയതയുടെ വസന്തം വിരിയിച്ച ശങ്കരാചാര്യർ. അങ്ങനെ ഈ രാജ്യത്തെ അതാത് കാലഘട്ടങ്ങളിലെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള
സൈദ്ധാന്തിക ഭൂമിക ഒരുക്കിയ ഇതിഹാസ പുരാണ ചരിത്ര കാലഘട്ടങ്ങളിലെ നീക്കങ്ങൾ കാണാൻ സാധിക്കും. കാലഘട്ടത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ആ ദൗത്യം കേസരി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത്രയും ഇതിൻ്റെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി വളരെ കാര്യക്ഷമമായി ഈ കോൺക്ലേവിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഒരു സ്വാഗത സംഘം തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം സഫലമായ സാക്ഷാത്കാരമാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. ബഹുമാന്യരായ നിരവധി അതിഥികൾ ഇന്ന് വിവിധ സെഷനുകളായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഈ ഉദ്ഘാടന സെഷനിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗോവ ഗവർണറാണ്. അദ്ദേഹം 10:45 ഇവിടെ എത്തിച്ചേരുക. ഈ ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട അതിഥികളെ സ്വാഗതം ചെയ്യുക എന്ന ദൗത്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഡോക്ടർ TP ശ്രീനിവാസൻ സാറാണ്. അദ്ദേഹം ഈ കേസരി കോൺക്ലേവിൻ്റെ ചെയർമാൻ കൂടിയാണ്. നമുക്കെല്ലാം ഒരു ആമുഖം ആവശ്യമില്ലാത്ത ബഹുമുഖ പ്രതിഭയാണ്. മുൻ അംബാസഡറാണ്. ഐക്യരാഷ്ട്ര സഭയിൽ ഭാരതത്തിൻ്റെ സ്ഥിരം പ്രതിനിധിയായിരുന്നു. 37 വർഷക്കാലം ഭാരതത്തിൻ്റെ ഫോറിൻ സർവീസിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. നിരവധി അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ അദ്ദേഹം ഭാരതത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ ഉള്ള ഒരു വ്യക്തിയെ ഈ കേസരി കോൺക്ലേവിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനായി ലഭിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷനായി ലഭിച്ചത് കേസരിക്കും ഇതിൻ്റെ സംഘാടക സമിതിക്കും അങ്ങേയറ്റ അഭിമാനമുണ്ട്. കേസരിക്ക് വേണ്ടി, ഇതിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ആമുഖ ഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട J. നന്ദകുമാറാണ്. കേസരിയെ സംബന്ധിച്ചിടത്തോളം കേസരിയുടെ സൈദ്ധാന്തികമായ ആശയപരമായ മുന്നേറ്റങ്ങൾക്ക് എന്നും പ്രേരണയും പ്രചോദനവും മാർഗദർശനവും നൽകുന്നത് നന്ദേട്ടനാണ്. ഈ കോൺക്ലേവിൻ്റെ ആദ്യ പരിപാടി ദില്ലിയിൽ വിജയിപ്പിക്കുവാൻ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച നന്ദേട്ടൻ ഇതിൻ്റെ 2ാം സെഷനിലും ഉണ്ടാവണമെന്ന ഞങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ ആശയപരമായ ഭൂമിക വിശദമായി ആദ്യം അവതരിപ്പിക്കുന്നുണ്ടാവും. അവസാന സെഷനിലും അദ്ദേഹം ഇതിൻ്റെ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ടാവും. J. നന്ദകുമാർ പ്രജ്ഞാപ്രവാഹത്തിൻ്റെ ദേശീയ സംയോജകനാണ്. ഭാരതത്തിൻ്റെ സാംസ്കാരിക ദേശീയതയുടെ, ഭാരതീയ മൂല്യങ്ങളുടെയൊക്കെ പഠന ഗവേഷണങ്ങൾ നടത്തുന്ന സംഘടനയാണ് പ്രജ്ഞാപ്രവാഹ്. അതിൻ്റെ ദേശീയ സംയോജകൻ. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അഖില ഭാരതീയ കാര്യകാരി അംഗമാണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം അദ്ദേഹം മുഴുവൻ സമയ സാമൂഹ്യ പ്രവർത്തകൻ, സംഘപ്രചാരകനായി മാറി. 1984 മുതൽ അദ്ദേഹം പ്രചാരകനാണ്. 2012 അഖില ഭാരതീയ സഹപ്രചാർ പ്രമുഖ് എന്നുള്ള ചുമതലയിൽ പ്രവർത്തിച്ചു. ഇന്ന് കാര്യകാരി അംഗമായി തുടരുന്നു. സർവോപരി കേസരിയുടെ മുൻ പത്രാധിപരായിരുന്നു. ഹിന്ദുത്വ ഫോർ ദ ചേഞ്ചിങ് ടൈംസ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്. ഹിന്ദുത്വ ഫോർ ദ ചേഞ്ചിങ് ടൈം എന്നുള്ള ആ പുസ്തകം ഇന്ന് രാജ്യത്തെ ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഈ ധൈഷണിക രംഗത്തുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നന്ദേട്ടനെ ഹൃദയംഗമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ആശംസാ ഭാഷണം നിർവഹിക്കുന്ന ഡോക്ടർ രാജീവ് ചന്ദ്രശേഖർ. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ജനവിധി നേടി വളരെ നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം ജയിപ്പിക്കാതിരുന്നത്. പക്ഷേ യാതൊരു സംശയവും വേണ്ട, തിരുവനന്തപുരത്തിൻ്റെ ജനപ്രതിനിധിയായി അദ്ദേഹം പാർലമെന്റിൽ എത്തുന്ന കാലം വിദൂരമല്ല എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. അദ്ദേഹം കേസരിയെ സംബന്ധിച്ച് ഡൽഹി കോൺക്ലേവിലും അദ്ദേഹത്തിൻ്റെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി ഞങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണ തേടി. അന്ന് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെ ഒരു ദൗത്യം ഉള്ളതുകൊണ്ട് ആ പരിപാടി പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം ഈ പരിപാടിയിൽ ആശംസ നിർവഹിക്കുകയാണ്. മുൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് മന്ത്രിയായിരുന്നു, നമുക്കറിയുന്ന കാര്യമാണ്. അറിയപ്പെടുന്ന ഒരു സംരംഭകൻ. 1994 BPL മൊബൈൽ സ്ഥാപിച്ചു. കർണാടകത്തിൽ നിന്ന് 3 പ്രാവശ്യം അദ്ദേഹം രാജ്യസഭയിലൂടെ പാർലമെന്റിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യത്തിനും ആശംസാ ഭാഷണത്തിനും അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. ഹൃദയംഗമായ ഭാഷയിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ശ്രീമതി റാണി മോഹൻദാസ് ഇന്ന് നമ്മളോട് സംവദിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഈ സ്വാഗത സംഘത്തിൻ്റെ ഒപ്പമല്ല ഒരുപടി മുന്നിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട മാർഗദർശനം തരുകയും എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഇറങ്ങി പ്രവർത്തിക്കുകയും, സാധാരണ സ്വാഗത സംഘം പലപ്പോഴും ഒരു പേപ്പർ സ്വാഗത സംഘമാണ്, ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. സെൻകുമാർ സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മുഴുവൻ സമയവും ഇറങ്ങി പ്രവർത്തിച്ച വ്യക്തികളായിരുന്നു ഈ സ്വാഗത സംഘത്തിൻ്റെ മെച്ചം എന്നീ പരിപാടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ റാണി മോഹൻദാസിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഒരു ബിസിനസ് വുമൺ എന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ അവരെ ആഗ്രഹിക്കുന്നത്. VNGP ട്രസ്റ്റ് സെക്രട്ടറി, ഈ സ്ഥാപനം അടക്കമുള്ള നിരവധി സംരംഭങ്ങളുടെ നേതൃത്വം വഹിക്കുന്നു. നിരവധി വ്യവസായ സംരംഭങ്ങൾക്ക് അതിൻ്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്നു. ഫാർമസ്യൂട്ടിക്കൽസ്, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വലിയ പദ്ധതികൾക്ക് നേതൃത്വം വഹിക്കുന്ന ഒരു ബിസിനസ് വുമണാണ് ശ്രീമതി റാണി മോഹൻദാസ്. ഹൃദയംഗവുമായി ഈ കേസരി കോൺക്ലേവിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. ഏറെ ഹൃദയംഗവുമായി സ്വാഗതം പറയേണ്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ. കാരണം ഞാൻ ഈ കോൺക്ലേവിൽ ആദ്യം സംസാരിച്ചത് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതേസമയം തന്നെ കേസരിയിൽ നവരാത്രി സർഗോത്സവത്തിൻ്റെ സമാപന പരിപാടിയിൽ 2 പരിപാടിയിൽ കൂടെ ഞാൻ പങ്കെടുക്കുന്നില്ല, ഒരു പരിപാടിയിലേ പങ്കെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കോഴിക്കോട് കേസരി ഭവനിലെ പരിപാടിക്ക് അദ്ദേഹം സമ്മതിച്ചു. ഈ പരിപാടിയിൽ അതുകൊണ്ട് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. തമിഴ്നാട് ഗവർണറെ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ചില സാങ്കേതിക കാരണങ്ങൾ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റാതെ വന്നപ്പോൾ കൃത്യം 2 ദിവസം മുന്നേ ഞങ്ങൾ ഗവർണറെ വിളിച്ചു. അദ്ദേഹം യാതൊരു വൈമുഖ്യവുമില്ലാതെ കേസരിയുടെ പരിപാടി അത് നമ്മുടെ പരിപാടിയാണ്, ഞാൻ എത്താം എന്ന് പറഞ്ഞ് വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണെന്ന് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നത്. ഒരു വലിയ പരിചയം അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സാർ അറിയപ്പെടുന്ന അഭിഭാഷകൻ ആയിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകൻ, എഴുത്തുകാരൻ. മിസോറാമിൻ്റെ 21ാമത്തെ ഗവർണറായിരുന്നു. 2021 മുതൽ അദ്ദേഹം ഗോവ ഗവർണറാണ്. 220-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു വ്യക്തി എന്നുള്ള ഒരു പ്രാധാന്യം കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ കേസരിക്ക് വേണ്ടി, ഈ കോൺക്ലേവിന് വേണ്ടി ഹൃദയംഗവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നന്ദി മൊഴിയുന്നത് ഡോക്ടർ KN മധുസൂദനപിള്ള സാർ, കേസരി കോൺക്ലേവിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ട്. മുൻ അക്കാദമിക് കൺസൾട്ടന്റ് NAC ബാംഗ്ലൂർ, ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ അക്കാദമിക് ചെയർമാനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെയും ഈ കോൺക്ലേവിൻ്റെ പേരിൽ കേസരിയുടെ നാമധേയത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഡെലിഗേറ്റ്സുകൾക്കും അതുപോലെ പ്രമുഖരായ മറ്റ് വ്യക്തികൾക്കും പേരെടുത്തു പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ട നിരവധി പേർ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. എല്ലാവരെയും കേസരിയുടെ പേരിൽ, ഈ കോൺക്ലേവിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Sri Dr. N. Madhu, for the welcome address. Sri Dr. Rajiv Chandrasekhar is a former Union Minister, Minister of State for the Ministry of Electronics and Information Technology, Ministry of Skill Development and Entrepreneurship and Ministry of Jal Shakti from 2006 to 2024. He was also a Member of Parliament in the Rajya Sabha representing Karnataka. He obtained his master's degree in computer science in 1988 from the Illinois Institute of Technology in Chicago. He later joined Intel and worked there from 1988 to 1991. At Intel, he was part of the architectural team that designed the 486 processor. He completed an advanced diploma in management program from Harvard University. After returning to India in 1994, he founded India's first unicorn BPL Mobile, one of the major telecom companies in India. Sri Rajiv Chandrasekhar entered into a media foray due to investments made in Asianet Communications Limited through his firm Jupiter Capital Private Limited. He entered into a joint venture with Rupert Murdoch's News Corp as Asianet Stars Communications. He also started Asianet News Online Private Limited, which holds media outlets Asianet News, Suvarna News and Online Portal News. With these few words, with deep respect, I humbly invite Sri Dr. Rajiv Chandrasekhar to deliver the felicitation address. Please, sir. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ ഈ കേസരി കോൺക്ലേവിന് ക്ഷണിച്ചതിന് വളരെ നന്ദി. മധുജി പറഞ്ഞ മാതിരി ഈ ടോപ്പിക് ബ്രിഡ്ജിങ് സൗത്ത് ഇന്നത്തെ
ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു വലിയൊരു റെലവൻറ്റ് ഡിസ്കഷനുമാണ്, കോൺവെർസേഷനുമാണ്. അതിനെപ്പറ്റിയൊരു എൻ്റെ തോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഇന്ത്യൻ്റെ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ റൈസ്, ഒരു ഫ്രജൈൽ 5 ഇക്കോണമി നിന്ന് 5th ലാർജസ്റ്റ് ഇക്കോണമി ആയി മാറുന്നു. ഇനി വരുന്ന 2-3 കൊല്ലത്തിൽ ഗീതാ ഗോപിനാഥ് IMF പറഞ്ഞ മാതിരി ബൈ 2027 ഇന്ത്യ വേൾഡിൻ്റെ 3ാം നമ്പറിലൊരു ഇക്കോണമി ആവുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിലും നമ്മുടെ ഇന്ത്യൻ്റെ ഉള്ളിലും ചില ഫോഴ്സസ് ഉണ്ട്. ഈ ഇന്ത്യൻ്റെ റൈസിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവർക്കൊരു ഇൻസെൻറ്റീവ് ഉള്ള കുറേ ഫോഴ്സസ് ഉണ്ട്. 2014 മുമ്പ് നമ്മൾ ഇന്ത്യൻ്റെ എനിമീസ് ആരാണെന്ന് ഒരു ഡിസ്കഷൻ തുടങ്ങിയാൽ നമ്മുടെ ലോജിക്കൽ ഒരു റെസ്പോൺസ് ആയിരിക്കും പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈന. അങ്ങനെ ആയിരുന്നു ഒരു ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ആദ്യത്തെ ഒരു റെസ്പോൺസ്. ഇന്നത്തെ ഈ എൻവയറമെന്റിൽ, ഇന്നത്തെ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ത്രെറ്റ് പാകിസ്ഥാനല്ല, ചൈന അല്ല, നമ്മുടെ ഈ പുതിയൊരു ഫിനോമിനൻ ഓഫ് ഡിവൈസീവ് പോളിറ്റിക്സ്. മധുജി പറഞ്ഞല്ലോ, കട്ടിംഗ് സൗത്ത്. നമ്മുടെ എൻറ്റയർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, നമ്മുടെ ഐഡിയ ഓഫ് ഇന്ത്യ, നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് സർദാർ വല്ലഭായ് പട്ടേൽജി ഇന്ത്യയിൽ ഉണ്ടാക്കിയപ്പോൾ നമ്മളൊരു യുണൈറ്റഡ് കൺട്രി, യുണൈറ്റഡ് ഡിസ്പൈറ്റ് അവർ ഡൈവേഴ്സിറ്റി എന്നായിരുന്നു ഒരു കോർ ഐഡിയ ഓഫ് ഇന്ത്യ. അതായിരുന്നു നമ്മുടെ സ്ട്രെങ്ത്. ഇന്നത്തെ ഒരു രാഷ്ട്രീയം നമ്മൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, ഒബ്സർവ് ചെയ്യുമ്പോൾ, അത് വെസ്റ്റ് ബംഗാൾ ആണോ, ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് രാഷ്ട്രീയത്തിനെ പറ്റി അങ്ങനെ ഐ എം നോട്ട് ടേക്കിംഗ് ദ ഡിസ്കഷൻ ആ ഡയറക്ഷനിൽ. ബട്ട് നമുക്കിത് മനസ്സിലാക്കണം, ഇന്നത്തെ ഓപ്പോസിഷൻ പോളിറ്റിക്സിൻ്റെ ഒരു സിഗ്നേച്ചർ തീമാണ് ഡിവിസിവ്നെസ്, ഡിവൈഡിങ് പീപ്പിൾ. അത് കാസ്റ്റ് ആണോ, കമ്മ്യൂണിറ്റി ആണോ, ജോഗ്രഫി ആണോ, ലാംഗ്വേജ് ആണോ, അതൊരു ഡിഫോൾട്ട് സ്ട്രാറ്റജിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു കോൺക്ലേവ്, വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ഡു വി ബ്രിഡ്ജ്, ഹൗ ഡു വി ക്രിയേറ്റ് എ സ്ട്രോങ്ങർ ഇന്ത്യ. ഇതൊരു വലിയൊരു റെലവെന്റ് കോൺവെർസേഷൻ ആണ്. ഒരു അക്കാഡമിക് അല്ല, ഇന്റലക്ച്വൽ അല്ല, ഇത് നമ്മുടെ ഒരു ഐഡിയ ഓഫ് ഇന്ത്യൻ്റെ ഒരു കോർ ഡിസ്കഷനാണ്. അതുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിന് വളരെ താങ്ക്സ്, വളരെ നന്ദി പറഞ്ഞു ഞാൻ. ആൻഡ് ഐ വിഷ് ദി കോൺക്ലേവ് ഓൾ സക്സസ്. ആൻഡ് കേസരി 75 കൊല്ലം ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യണം, 100 കൊല്ലം, 125 കൊല്ലം എല്ലാം. വി മസ്റ്റ് കണ്ടിന്യൂ വിത്ത് കേസരി ബീങ് ഒരു യുണൈറ്റിംഗ് ഫോഴ്സ് ആൻഡ് എ യുണൈറ്റിംഗ് വോയിസ് ഫോർ നമ്മുടെ ഇന്ത്യൻ്റെ ഫ്യൂച്ചറും ഇന്ത്യൻ്റെ പ്രസൻറ്റും. ഈ ഇന്ത്യൻ്റെ ഒരു ഡെസ്റ്റിനി ആസ് എ ഗ്ലോബൽ ലീഡർ, അതിനെ ഒരു റിയലൈസ് ചെയ്യാൻ ഇങ്ങനത്തെ കോൺവെർസേഷൻ ഇനി ഉണ്ടാവണം, ഇനിയും സ്ട്രെങ്തൻ ചെയ്യണം. എന്നിട്ട് ആ ഒരു ഡിവൈസീവ് ഫോഴ്സിനെ, കട്ടിംഗ് സൗത്തോ കട്ടിംഗ് ഇന്ത്യൻ്റെ ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഫോഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ ബ്രിഡ്ജിങ് സൗത്ത്, ബ്രിഡ്ജിങ് ഇന്ത്യ നമ്മുടെ നെറേറ്റീവ് ആണ് ട്രയംഫ് ചെയ്യേണ്ടത്, ജയിക്കേണ്ടത് എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി. ജയ് ഹിന്ദ്. Thank you, sir, for the words of wisdom. Next, we are honored with the presence of Dr. Rani Mohandas ma'am. She is the Secretary of the Board of Governors of Mohandas College of Engineering and Technology and Director of Mohandas Group of Companies and Corporate Office at Thiruvananthapuram. Her astute business vision and strategic mind have evolved ambitious growth plans for the group and ensure their materialization through a team of people who share her drive and dynamism. Apart from her busy schedules, Rani Mohandas ma'am is equally active on the social front and is associated with various organizations. She is very closely involved in many social, charitable and humanitarian activities in India.
With great respect, let me welcome Dr. Rani Mohandas ma'am for the felicitation address. Ma'am, please. Guru Brahma, Guru Vishnu, Guru Devo Maheshwara, Guru Sakshal Parabrahma, Tasmai Sri Guruve Nama. നമ്മുടെ എല്ലാ അഹങ്കാരവും സന്തോഷവും സങ്കടങ്ങളും എല്ലാം ഭഗവാന്റെ മുമ്പിൽ അർപ്പിച്ച് ഈ ഒരു വലിയ ഇനിഷ്യേറ്റീവ്, കേസരിയുടെ ഇനിഷ്യേറ്റീവ്, ഞാനിതിലേക്ക് വന്നപ്പോൾ ജസ്റ്റ് എനി അതർ ഓർഗനൈസേഷൻ ഒരു എന്താണെന്ന് എനിക്ക് അത്ര വലിയ പിടിയില്ലായിരുന്നു. ബട്ട് വെൻ ഐ ഗോട്ട് ഡീപ്പ് ഇൻ ടു ഇറ്റ്, ലൈക്ക് Madhuji said, I was moving too fast, even for my compatriots, I think. Anyway, it's a very, very welcome initiative, and without any color disintegration or കൊടികളുടെ നിറങ്ങളോ ജാതിയുടെ നിറങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾക്കിത് വലിയൊരു മാറ്റം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റഡി ചെയ്ത്, എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മളൊക്കെ ഒരിക്കലും പ്രത്യേകിച്ച് ഒരു സ്റ്റേജിലുള്ളവർ ഒരിക്കലും ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഹാർഡ് ഹിറ്റ് വരുന്നത് നമ്മളെപ്പോഴും പലരുമായിട്ടും പല സംസ്ഥാനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ്. അത് ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു നമ്മളിവിടെ നട്ട് വളർത്തി അത് പടർന്ന് പന്തലിച്ച് എല്ലായിടത്തേക്കും എത്തണമെന്നുള്ള പ്രാർത്ഥനയോടെ let me go to my little study what I have done. Esteemed guests, distinguished leaders, dear friends, welcome to the South Park Hotel. Here we are nestled in the vibrant heart of Thiruvananthapuram for the pivotal Bridging South Conclave 2024. It is both an honor and a profound responsibility to host this gathering at a venue whose name, the South Park Hotel, has evolved from mere happenstance to a symbol of a collective endeavor. This happened about 35-38 years back. Situated in the southernmost capital of our diverse nation, this hotel has become a nexus for thinkers and leaders dedicated to addressing some of our most pressing challenges. Today, we stand at a critical juncture, poised to discuss an issue as old as independent India itself, the North-South divide. This divide is not just geographical, but is manifest in economic, educational, and technological disparities that touch the lives of millions. It is my pleasure once more to welcome Mr. Rajiv Chandrasekhar to this august gathering. He is a true visionary whose tenure as Minister for IT epitomized the power of digital technology as the great equalizer in modern India. He championed, alongside our Honorable Prime Minister, the Digital India Initiative. This initiative has been pivotal in bridging distances, be it physical, economic, and cultural, by ensuring that technology reaches the farthest corners of our country. His work reminds us that digital realm holds immense promise as a unifying force, bringing us closer to realizing a truly integrated nation. When Modi ji decided to gift him to us in all splendor, we were all so happy and overwhelmed and continue to be doing so. Despite our collective progress, South India continues to face persistent challenges in garnering equitable central allocation and attention.
This vibrant region, rich in cultural diversity and economic potential, often finds itself a disadvantage in terms of federal investment and infrastructural development. There is a disparity in resource distribution and policy prioritization, which can stifle our states' abilities to fully realize their development ambitions. This inequity not only hampers economic growth, but also affects social welfare programs crucial for the well-being of our communities. Addressing these issues is essential for true national integration and for harnessing the complete potential of the southern states. Language also makes it more difficult because each region, each state has its own languages, and the communication problem is also immense. In this journey of bridging gaps, South India has steadfastly focused on human development, prioritizing public transport, healthcare, and education. Our region has often rejected divisive communal narratives in favor of a more inclusive approach to development. This commitment is reflected in our high literacy rates and robust public systems that stand as beacons of progress. Kerala, for instance, not only boasts of one of the highest literary rates in India, but also receives the largest international remittances of any state. All said and done, there are brilliant products of our IIT, all our institutions, especially Trivandrum is a hub of education. But always I feel the communication gap, that is children who are even excellent in their education, they have a major problem to communicate, which keeps them, at a loss. This remittances from our expatriate community greatly strengthen the position of the Indian rupee and contribute significantly to the foreign exchange reserves of the RBI. However, despite this substantial economic contribution, the reciprocal benefits in terms of central support and development funding do not always reflect the state's input to the national economy. Dr. B.R. Ambedkar once profoundly stated, "The basis of social democracy in India is liberty, equality, and fraternity." This vision of equality and fraternity is what we strive to realize as we address the disparities between the North and the South. It is a call to action for all of us to ensure that every part of our nation thrives with equal opportunity and dignity. As we gather here today, it is fitting that we are in a location named after the South, in a hotel that has become a cradle for intellectual and leadership discussions. This is not just a venue, it is a vibrant example of how the South continues to lead discussions on progressive policies and inclusive growth. Rabindranath Tagore once remarked, "You can't cross the sea merely by standing and staring at the water." Similarly, we cannot bridge the divide in our nation by merely acknowledging them. We must actively engage in crafting solutions that encompass the breadth of our diverse experiences and aspirations. This conclave is a testament to our commitment to that engagement. Humorously enough, if Tagore had attended this conclave, he might have reminded us that while the North might enjoy the Himalayan snow, it is in the South where sun spends most of its time. God bless us all, and enjoy this day, and let us all walk towards bridging the gap. Thank you, Srimati Rani Mohandas, my dear own Rani Amma. Sri
Sri Dr. T.P. Srinivasan, former ambassador, returned to Kerala after serving with distinction at crucial posts around the globe. He remained at the center of global conversations on international affairs through his 6 books, hundreds of articles, and frequent lectures in India and abroad. He served as a senior fellow at the Brookings Institution and also the vice chairman of the Kerala State Higher Education Council. He contributes to national and international journals and teaches at various universities. He has received several awards and prizes before and after his diplomatic career spanning 37 years. He is presently the founder director general of a foreign policy think tank, the Kerala International Centre, Thiruvananthapuram, Kerala. Sri Dr. T.P. Srinivasan has been following Prime Minister Sri Narendra Modi's foreign policy and writing regularly. It's with deep respect I humbly request Sri Dr. T.P. Srinivasan for the presidential address. Please, sir. Respected Sri Rajiv Chandrasekhar, other distinguished guests and friends. I am very honored that I am chairing not only the reception committee of this conference but also this particular session. But you will understand that I am no expert on internal political situation in India. As a diplomat, our job is to project India in its best form. So often we say that diplomats lie abroad for their country. So I'm here basically to express my support and solidarity with this idea. But I'm a bit concerned that after 75 years of independence, we need to argue for a bridge. Because this is not something that we are imagining today. I remember as a child, 2 instances, 2 things in my life made me aware of the fact that I am an Indian. The first is that my grandfather always said that when he is 60, he will go to Kashi to die. So I used to ask him, why do you have to die in Kashi? Where is it? He himself did not have much idea. He said, the day I'll abandon this world and go to Kashi and die there. This made a tremendous impact on me, that how is Kashi so important to a man in a Kerala village? What does he know about it? The second one was even more touching. Mahatma Gandhi's ashes passed through our village soon after his tragic assassination. And it was some kind of a sight for us, so we are all going there, we all went there to watch. And my grandmother, who was with us, was weeping so sadly, and it was also she had lost her father or mother. Again I thought, what is this lady to do with Mahatma Gandhi? What has he done and what does she know? So these 2 things have remained in my mind whenever we talk of unity of India. So this unity is not something that the British have created. There is that wrong impression that it is the British who united India. It was the Bharatvarsha thought, centuries old, and it is not something which has been created by any politics or any kind of philosophy. Kalidasa's Mayur Sandesham, for example, has explained to us the extent of the Bharatvarsha, how it starts from the Himalayas and comes down to Kerala. So there was no reason for us to worry now about the unity of India. So it is unfortunate that we are doing that now because of the circumstances. And here we should also remember
that a state like Kerala or Travancore Cochin was more dedicated, more committed to the idea of India than many of the other princely states. We know the story of C.P. Ramaswamy Iyer arguing with the Maharaja of Travancore that Travancore or Kerala could be an independent state. His argument was that we had enough wealth in this state to support an independent country because we have all these resources. And the whole world had come to India to spend their gold and silver to buy our pepper and cardamom. Maharaja was tempted, so he heard this story. Then C.P. Ramaswamy went on, do you know, sir, we have the greatest, biggest deposit of thorium in our state. Maybe we'll be able to rule the world by exporting thorium or developing him into military nuclear weapons for the world. But you know how the Keralites treated C.P. Ramaswamy Iyer. His nose is still lying outside the music academy. And that was the kind of spirit we had. And who united India in the sense of administrative unification? We all know that it was a Malayali who supported Sardar Patel's efforts in this. One other point we have to remember is that Kerala was one of the regions which believed in the development of Hindi. Even at a time when Hindi teaching was not very fashionable, young people began learning Hindi. I remember going to the local postman, the only one who knew Hindi, to learn Hindi when I was in school. And had never we thought that Hindi is a foreign language or something that will be imposed on us. And left to ourselves, we would have voted for Hindi to be the official and national language. It is because of Tamil Nadu that we were saved from Hindi domination here. So my point is that there is no reason for the northern states to think that they should somehow cut Kerala, and for us to think that we have to bridge it. So it is a phenomenon that we have to see very clearly and understand the reasons for it. If religion is the reason, religion is one of the most unifying factors that we can see in India. The points that I made about people going to Kashi, or what Dr. Madhu told us about Sri Rama going to Sri Lanka via Kerala. So if religion is considered to be the reason for today's problems, that should be very wrong, because North Indians cannot be closer to Hinduism than we are, or Sanatana Dharma, whatever name you call it. So in all sense of the term, this is an artificial creation. And of course, Sri Chandrasekhar said that these are all internal, and maybe Pakistan and China, etc., may not have any role to play. It may be true, but please remember that it was the British who divided India into India and Pakistan. If Lord Mountbatten had behaved differently, and if he had encouraged the political leaders to remain united, and did not encourage the idea of a division, India would have remained united. And if India and Pakistan were together, maybe we would have the best cricket team in the world. At least that would have been a great blessing for us to be together. So I think foreign forces have played a role in the plan to divide India. And there were predictions that after India became independent, it will be cut into hundreds of pieces. That was the prediction that was made by Winston Churchill. He said there would be no India once we leave it. So it is not the British. It is not the problem that is internally created. And even if you look at today, you know the kind of propaganda by the West
just before our elections, the West played a very important role in the divisiveness of India by declaring that Indian democracy is not democratic enough, or India is becoming a fascist state. And we have a tendency, the learned people, the educated people have a tendency to read the New York Times and the Washington Post. And if you're reading those, we would have felt that this election will be a farce. The electoral machines should be used, and Prime Minister Narendra Modi will win the election through unfair means. And this had an impact on the Indian electorate. And it's only after the results came that everybody was relieved that such things did not happen. Not only it did not happen, that the people were not raising these questions again. So there is a certain element of a conspiracy against India's unity, and that we must recognize. And as a result of that, the idea that in South and North are different and there should be a need for us to be divided came up. And that was a political move. And we Keralites walked into that trap because we began thinking that Narendra Modi is a North Indian phenomenon and whatever he does is for the North, and we should fight for our own rights and our own rulers and leaders, and therefore we contributed to this. It is probably not the North which really conspired to divide India again, but we ourselves, by not joining the mainstream Indian politics, which was transforming the world, we consciously, deliberately kept out of it for some kind of a fear about minorities, some kind of fear about the not judicious distribution of wealth, etc. So we did not join the mainstream politics of India. And 10 years of changes that has taken place in India, we watched it with consternation, but at the same time, we did not want to be part of it. So these are all the complicated situations. Look at our neighbors today. There is no state in our neighborhood which is stable. This morning we are hearing about a coup in Maldives. In Bangladesh, the terrorists have been released in the name of freedom for the people. What is happening in Nepal? Pakistan has gone totally bankrupt. So all these changes around us have an impact on us. It is not that we can completely distance ourselves from these issues. So this complexity is what has brought about this. And so the answer is very simple, is what we are trying to do in this conclave. To study the situation in India today and realize that there are many factors which affect this kind of a feeling of division or lack of unity in diversity. And that has to be adopted, that kind of a global outlook. An India outlook must be adopted by all political parties, regardless of religion or any kind of fear of minorities being disregarded. So I think the Kesari is doing this very useful, excellent duty of bringing out these issues in our discussions, and I hope that this will go a long way in our restructuring our approach to whole of India, having confidence in people around India that we all are united and we should not attribute a political party to a political region. We should judge political parties on the basis of what they do good to the country, rather than the kind of propaganda which is being made by Western nations. So the urgency of realizing these dangers and dealing with India, and for that what we need is a very strong central government. Last 10 years, if our reputation as a country of strength has increased in the world today,
That is because of the very strong government we had. Once we have coalition governments, people will try to exploit the situation. So we had this time of 10 years of a very strong government, and that had also helped us in the process. So this is the kind of complex situation we are facing, and we hope this conclave will find answers to some of these questions, and will go back to the days when my grandfather wanted to go to Kashi and my grandmother cried for Mahatma Gandhi. Thank you very much. Thank you, sir, for the enlightening words. Today, we have with us on board Sri J. Nandakumar, sir, the National Convener of Pratnya Pravah, Rashtriya Swayamsevak Sangh affiliated organization, is a multifaceted personality. He is an accomplished author, an eminent intellectual, a powerful orator, and a gifted poet, and an able organization builder. He is born in Kerala's Pandalam. It's a matter of absolute pride, sir, to welcome you to the stage to deliver the introductory address. Sir, please. Let us all heartily welcome the Honorable Goa Governor, Shri P.S. Sridharan Pillai. Let us all rise for the national anthem, and for the same, I humbly request Srimati Aparna Rajiv to lead us. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Thank you, Srimati Aparna Rajiv. We request the Governor to inaugurate the Kesari Conclave 2024 by lighting the lamp. We request the dignitaries to join hands with the Honorable Governor for the ceremonial lighting of the lamp. Now I request Sri T.P. Senkumar sir to honor our former Central Minister, Sri Dr. Rajiv Chandrasekhar. We request Sri T.P. Senkumar sir to honor the former Central Minister, Sri Dr. Rajiv Chandrasekhar. We request Sri T.P. Senkumar sir to honor Srimati Rani Mohandas, Managing Director, Mohandas Group of Institution.
Now I request Sri T.P. Senkumar sir to honor Sri Dr. T.P. Srinivasan sir. Law from Government Law College, Kozhikode. As a student leader, he was the State Secretary of ABVP, 2-time Senate member of Calicut University, and he was 2-time State President of Bharatiya Janata Party, Kerala State. He was a successful lawyer and a respected attorney. He was the 15th Governor of Mizoram, and he was appointed by President Ramnath Kovind in October 2019. He later became the Governor of Goa in July 2021. A prodigious writer, he has authored more than 200 books which traverse an astonishing range of subjects from history, politics, law to poetry and economy, being possibly the only personage in the Indian political scene with so many literary credits under his name. I request the Honorable Governor Sri P.S. Sridharan Pillai sir to deliver the address. സമയത്തിൻ്റെ പരിമിതി കൊണ്ടും ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ ശ്രദ്ധേയരായതുകൊണ്ടും ഞാൻ സമയം ലാഭിക്കുകയാണ്. വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, കേസരി മുൻകൈയെടുത്ത് വളരെ ശ്രദ്ധേയമായ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം 75 സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലത്തിന് ശേഷവും വേണ്ടത്ര ജനങ്ങൾക്കിടയിൽ ചർച്ചാവിഷയമാകാത്ത ഒന്നിനെ ചർച്ചാവിഷയമാക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുകയാണ്. നമ്മുടെ രാഷ്ട്രം ഏകമാണോ, അതോ ബ്രിട്ടീഷുകാരെ കരം പിടിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്തതാണോ? സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അത്. ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്ന്, അന്നുണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇന്ത്യ ഏകമാണ്, ചിരപുരാതനമാണ്, അതൊരു നിത്യതൂന്ന രാഷ്ട്രമാക്കി സ്വതന്ത്രമായി നിൽക്കണം എന്ന ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരായി ശക്തമായി മതമാണ് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം, അതുകൊണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കണമെന്ന വാദഗതികൾ വന്നു. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ദൗർഭാഗ്യവശാൽ അടിസ്ഥാനപരമായി ദേശീയവാദികൾ മുന്നോട്ട് വെച്ച ലോകത്തിലെ ചിരപുരാതനമായ രാഷ്ട്രം, സംസ്കാരങ്ങളെല്ലാം എടുത്താൽ, ഒന്നൊന്നായി എടുത്താൽ തീർച്ചയായും ഇന്ന് നമ്മുടെ സിവിലൈസേഷൻ, നമ്മുടെ സംസ്കാരമാണ് ഇന്നും നിത്യനൂതനമെന്ന് പറയത്തക്കവണ്ണം ലോകത്ത് പിടിച്ചു നിൽക്കുന്നത്. ഇതൊന്നും ചർച്ചാവിഷയമാക്കാൻ താല്പര്യമില്ലാത്ത ഒരു പ്രദേശമായി കേരളത്തെ 50 കൊല്ലക്കാലം പൊതുപ്രവർത്തനത്തിനുണ്ടായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പോരായ്മയാണ്. ആ പോരായ്മയിൽ പലരും അവരുടെ പഴയകാല ചെയ്തികളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ബോധപൂർവം അത് കണ്ടില്ലെന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ ബോധപൂർവം ഇപ്പോഴും അത്തരം പ്രവണത തുടരുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ചുള്ളത്. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ എനിക്ക്, പക്ഷേ എൻ്റെ ഒരു പരിമിതി 22 മണിക്കൂർ നോട്ടീസിലാണ് ഞാനവിടെ എത്തിയത്. വരാമെന്ന് ഏറ്റ ഗവർണർ സാറ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. എന്തായാലും അങ്ങനത്തെ സാഹചര്യത്തിൽ എനിക്കുള്ള 50 കൊല്ലത്തെ ബന്ധമുള്ളൊരു മഹാപ്രസ്ഥാനം നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് ഞാനവിടെ എത്തിയതാണ്. അതുകൊണ്ട് എനിക്കെൻ്റെ പൂർണ്ണതയിൽ ഈ വിഷയത്തോട് നീതി കാണിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇപ്പോഴേറ്റവും കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പം ഇന്നും, ഞാൻ ആരുടെയും ഗവർണറായതുകൊണ്ട് എൻ്റെ പരിമിതി എനിക്കറിയാം, ഇന്നും കേരളത്തിലെ ഒരു പ്രബല ഒരു ന്യൂനപക്ഷ പ്രസ്ഥാനത്തിൻ്റെതാണെങ്കിലും അവർ പറഞ്ഞ് ഞങ്ങൾ മതേതരവാദികൾ എല്ലാവരും തോളിലേറ്റിക്കൊണ്ട് നടക്കുകയാണ്. അവരവരുടെ ദശാസന്ധികളിലൂടെ, ആ രാഷ്ട്രീയ പ്രസ്ഥാനം ദശാസന്ധികളിലൂടെ എന്നുള്ള പുസ്തകം പുറത്തിറക്കിയിട്ട് 20 കൊല്ലമാകുന്നു. ആ പുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഡാക്കയിലെ സൂര്യോദയം എന്നാണ്. ഡാക്കയിലെ സൂര്യോദയം എന്ന് പറഞ്ഞാൽ അവർ എഴുതിയിരിക്കുന്നത് 1906 കുറിച്ചാണ്. വിഭജനത്തിന് വിത്തുപാകിയ സർവേന്ത്യ ലീഗിൻ്റെ തുടക്കം കുറിച്ച
ആ സംഭവത്തെയാണ് ഢാക്കയിലെ സൂര്യോദയം എന്ന് എഴുതിയിട്ടുള്ളത്. അത് പിന്നെ അങ്ങോട്ട് പോയാൽ ഞാൻ അതിനെയൊന്നും രാഷ്ട്രീയമായി വിമർശിക്കുന്നില്ല. ഇന്ത്യ വിഭജനത്തെപ്പറ്റി ഇന്ത്യ വിഭജനം എന്ത് വിഭജനം? ബ്രിട്ടീഷുകാർ കരം പിരിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്ത ഒന്നിനെയാണ് രണ്ടായപ്പോൾ വിഭജനമെന്ന് പറയുന്നത്. അത് നാടിനെ വെട്ടിമുറിച്ചു എന്ന് പറയുന്നതാണ്. ഇത് ഇങ്ങനൊരു പുസ്തകം ഇറക്കി 20 കൊല്ലമായി. എൻ്റെ പുതിയ എഡിഷൻ വന്നപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഉണ്ടാകാമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ ഒറിജിനലാണുള്ളത്. അപ്പോൾ വിഭജനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാട് 1906 എവിടെ നിന്നോ അവിടെ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാതെ കാര്യങ്ങളെ കാണുന്നവർ, അവരൊക്കെ ആർക്കും അൺടച്ചബിൾസ് അല്ല. അവരൊക്കെ വാഴ്ത്തപ്പെടുന്നവരാണ്. അവരെ വീഴ്ത്തപ്പെട്ടവരായി കാണുന്നവർ മതേതരത്വത്തിൻ്റെ പേരിൽ പറയുന്ന ആളുകൾക്ക് ആർക്കും അതിന് മുന്നോട്ട് വന്നതായി എനിക്കറിയില്ല. മറ്റൊരു കൂട്ടർ ആറ്റിലെ 47 ഓഗസ്റ്റ് 47 ഫെബ്രുവരി 20 21 ഞങ്ങൾ ഇന്ത്യ വിട്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു അന്നത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിച്ച് എങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യ? 3 തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ അതിനുവേണ്ടി വന്ന ക്യാബിനറ്റ് മിഷൻ മുമ്പാകെ വന്നു. ഒന്ന്, അന്നത്തെ ഗാന്ധിജിയുടെ പ്രസ്ഥാനം അത് കൊടുത്തു, ഇന്ത്യ വിഭജിക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു, എന്നെ വെട്ടിമുറിച്ചിട്ടല്ലാതെ എൻ്റെ നാടിനെ വെട്ടിമുറിക്കാൻ സമ്മതിക്കില്ലെന്ന്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ളതാണ്. ഞാനതൊന്നും ഇവിടെ പറഞ്ഞ് വിവാദമാക്കുന്നില്ല. പക്ഷേ ലേഡി മൗണ്ട് ബാറ്റൻ്റെ മകൾ പമീല എഴുതിയ പുസ്തകം, വാജ്പേയിയെ പോലുള്ള ആളുകൾ ആ പുസ്തകം ഇന്ത്യയെ അപമാനിക്കുന്നതായതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അതിലൊരു പരാമർശമുണ്ട്. ഇപ്പോഴത്തെ എഡീഷനിൽ അത് മാറ്റിയവർ. സിംലയിലെ സിംഗിംപൂളിൽ വെച്ചുണ്ടായ ഒരു കരാറിൻ പ്രകാരമാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് എന്ന് പമീല പണ്ട് എഴുതിയത് ഞാൻ ഈ അവസരത്തിൽ ആനുഷാംഗികമായി പറയുകയാണ്, ഞാൻ ഔപചാരികമായി പറയുകയല്ല. അല്ല, നമ്മുടെ നാട് ആ പുസ്തകത്തെ മരവിപ്പിച്ചു. ആ പുസ്തകം പിന്നീട് ഇപ്പോൾ റിവൈസ് ചെയ്ത് മാറ്റിയപ്പോഴായിരിക്കാം ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഈ വിഭജനത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഗാന്ധിജിയുടെ കോൺഗ്രസ് കൊടുത്തത് ഇതേകമാണ്, ചിരപുരാതനമാണ്. ഇതിനെ ഒരിക്കലും വിഭജിക്കാൻ പാടില്ലെന്നായിരുന്നു. മറ്റൊരു കൂട്ടർ കൊടുത്തു, മതമാണ് അടിസ്ഥാനം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാജ്യം വേണം എന്നുള്ള വാദഗതിയുമായി ജിന്നയും കൂട്ടരും കൊടുത്തതും നമുക്കിപ്പോഴും ചരിത്രപരമായി ആ കാര്യങ്ങൾ ലഭിക്കും. മൂന്നാമതൊരു കൂട്ടർ കൊടുത്തത് ഇന്ത്യ 16 പരമാധികാര രാജ്യങ്ങളായി വിഭജിക്കണം. ഐ വുഡ് ലൈക്ക് ടു സേ സോവറൻ റിപ്പബ്ലിക്. അതിനുവേണ്ടിയുള്ള പുസ്തകങ്ങളും പശ്ചാത്തലങ്ങളും അതിനെ സാധൂകരിക്കത്തക്കവണ്ണം ആ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ടവർ എഴുതിയിരുന്നു. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് എഴുതിയതിൻ്റെ അകത്തിലുള്ള അന്തസ്സത്തെയാണെന്ന് ചിലർ പറയുന്നു. ഞാൻ വിവാദത്തിനില്ല. വിശാല ആന്ധ്ര എഴുതിയതിൻ്റെ അടിസ്ഥാനവും അതാണ്. സോണ ബംഗ്ലായ്ക്ക് കൊടുത്ത വ്യാഖ്യാനവും അതൊക്കെ തന്നെയാണ്. അപ്പോൾ വളരെ ആസൂത്രിതമായി ഏകരാഷ്ട്രമായി നിൽക്കാൻ പാടില്ല, ബ്രിട്ടീഷുകാരെ കൂട്ടിച്ചേർത്ത ഒന്നാണ്. മറ്റെല്ലാത്തിനും സോവർണിറ്റി കൊടുക്കണം ആവശ്യമെങ്കിൽ. അത് സംബന്ധിച്ച് ഉള്ള പബ്ലിക് ഒപ്പീനിയൻ എടുക്കണം, വോട്ട് ചെയ്യിച്ച് തീരുമാനിക്കണമെന്ന് പോലും വാദിച്ച ഒരു സംഭവമുണ്ട്. അത് ചരിത്രത്തിലെ എല്ലാ ഡോക്യുമെൻറ്റും പബ്ലിഷ് ചെയ്തപ്പം സൗകര്യപൂർവ്വം അത് മാറ്റിയെങ്കിലും നമ്മുടെ മലയാളിയായ വേണു നക്സലൈറ്റ് ആശയത്തിൻ്റെ ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അത് ആ കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പി അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇന്നും അതിലുറച്ചു നിൽക്കുന്നോ? ഒരു കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിലൊരു മന്ത്രി, ഇന്നത്തെ ഒരു മന്ത്രി, എൻ്റെ സുഹൃത്താണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ മന്ത്രി പോലും പറഞ്ഞത് അങ്ങനെ ഏകരാഷ്ട്രമല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൂട്ടിച്ചേർത്തതാണ്. ഇതിനെതിരായുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ട കാലഘട്ടമായി എനിക്കിന്ന് തോന്നുകയാണ്. നമ്മുടെ വിഷ്ണുപുരാണത്തിൽ പോലും ഉത്തരം യത് സമുദ്രസ്യാൻ തുടങ്ങുന്ന ശ്ലോകത്തിൽ 4 അതിരുകൾ പറഞ്ഞുകൊണ്ട് ഉത്തരം ആ ഹിമവാനും നമ്മുടെ കന്യാകുമാരിയിലെ സമുദ്രവും ഉൾപ്പെടെയുള്ളത് വെച്ച് വെൽ ഡിഫൈൻഡ് ആണ്. പിന്നെ എങ്ങനെ ഇതിനെ ഒരു രാഷ്ട്രമല്ലെന്ന് പറയാൻ സാധിക്കും? ശരിയാണ്, ചരിത്രത്തിൻ്റെ ഇതൊക്കെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ എൻ്റെ ആത്മമിത്രമായ മധുവിനോട് ഞാൻ പറഞ്ഞു, ബ്രിഡ്ജ് എന്നുള്ള വാക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാണ്. ഞാൻ കുറ്റപ്പെടുത്താൻ പറയാം. ഈ ശ്രമം അത്യധികം ആഹ്ലാദകരമായി നമ്മളെല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. സൗത്ത് ബ്രിഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. സൗത്ത് ബ്രിഡ്ജ് ചെയ്യണം എന്ന വാദം വരുന്ന അവസരത്തിൽ നമ്മുടെ പാർലമെൻറ്റിൽ
ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവരതിനെപ്പറ്റി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചിലപ്പതികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വേറൊരു വാദഗതിയിലേക്ക് അതെല്ലാം പോവുകയാണ്. ചിലപ്പതികാരത്തിന് 51 വ്യാഖ്യാനിച്ച് ആ കോപ്പിയുമായിട്ടാണ് അവർ പാർലമെൻറ്റിൽ, ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി അവരൊക്കെ ഉള്ള സമയമായിരിക്കും, അവർ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച് ഇതൊക്കെ പഠിക്കാൻ നമ്മുടെ പുതിയ തലമുറയിലെ ആൾക്കാർ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിനീതമായി നമ്മുടെ മുമ്പിൽ പറയാനുള്ളത്. ഈ രാജ്യം ഏകമായിരുന്നോ? ഞാൻ വിഷ്ണുപുരാണത്തെയും അതുപോലെ തന്നെ മറ്റുള്ള ഒട്ടേറെ 3-4 ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആധികാരികമായി റിയാൻ സാധിക്കും. ഇനി ഇതൊന്നും വേണ്ട. ഇന്ത്യൻ ദേശീയതയുടെ, ഇന്ത്യയുടെ ഏകതയുടെ ആശ്രയത് ഹിമാചലം ഭാരതം ഒന്നാണെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്പിരിച്വാലിറ്റി മാത്രം നോക്കിയാൽ മതി. സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ സനാതനധർമ്മത്തിൻ്റെ താന്ത്രിക മേഖലയോട് ബന്ധപ്പെട്ട അതിനുവേണ്ടി ക്ഷേത്രങ്ങളിൽ ഉള്ള സമ്പ്രദായത്തെ സംബന്ധിച്ച് നോക്കിയാൽ മതി. രാമേശ്വരത്തെ പൂജാരി എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിൽ നിന്നാണ്. ബദ്രീനാഥിലെയും കേദാർനാഥിലെയും പുരോഹിതന്മാർ നമ്മുടെ പയ്യന്നൂരിലെ നമ്പൂതിരിയും കർണാടകത്തിലെ പൂജാ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. തിരുവിതാംകൂറിലെ പത്മനാഭസ്വാമി ക്ഷേത്രം നോക്കിയാൽ, ഞാനൊരിക്കൽ ഒരു 25 കൊല്ലം മുമ്പ് ഒരു സിവിൽ കേസ് നടത്തിയിരുന്നു. പുല്ലൂർ യോഗക്ഷേമ സഭ എന്നാണ്, കർണാടകത്തോട് ബന്ധപ്പെട്ട അതുള്ള ആളുകളാണ്. അവരാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അന്നവർക്ക് ഇപ്പോഴും ഉണ്ട്, അവരുടെ ഒരു പ്രീതി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂജാരികളായി ഈ തരത്തിൽ, അന്ന് തിരുവിതാംകൂർ സെപ്പറേറ്റ് സ്റ്റേറ്റായിരുന്നു, ഒരു നാട്ടുരാജ്യമായിരുന്നു. കാശി, ഞാൻ കാശിയിലെ വിശ്വനാഥ ക്ഷേത്രമല്ല, കാശിയിൽ ഞാൻ പോയി അന്വേഷിച്ച്, ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല, പെട്ടെന്നായതുകൊണ്ട് അതിൻ്റെ പേര് പറയാൻ സാധിക്കുന്നില്ല. നമ്മുടെ രാമേശ്വരത്തെ മണ്ണ്, അവിടുത്തെ ജലം കാശിയിൽ പൂജ നടത്താൻ അനിവാര്യ ഘടകമായി നിൽക്കുമ്പോൾ, കാശിയിലെ ജലം രാമേശ്വരത്ത് പൂജയ്ക്ക് വേണ്ടുന്നതായി ഇരിക്കുമ്പോൾ, ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിൽ നേപ്പാളിൽ നിന്നും പല ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള പൂജാരിമാരുണ്ട്, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരുള്ള ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇത്തരത്തിൽ ഈ പവിത്രത ജസിയ എന്ന മതനികുതി ചുമത്തിയിട്ടാണ് കാശ്മീർ പോകേണ്ടി വന്നപ്പോഴും ഉണ്ടെന്നും ഇല്ലെന്നുള്ള 2 വാദഗതികളുണ്ട്. അത് ഔറംഗസേബ് എടുത്തു കളഞ്ഞ ആളാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്. ഞാൻ അതിൻ്റെ പണ്ഡിതനല്ല. പക്ഷെ ജസിയ മതനികുതി ചുമത്തിയപ്പോഴും തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും മലബാറിൽ നിന്നുമൊക്കെ ആളുകൾ ആ നികുതി കൊടുത്തു അവിടെ പോകുന്നു. ഒരു രാജ്യത്തിൻ്റെ യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് ചർച്ചാ വിഷയമാക്കാൻ, സക്രിയമായ ചർച്ചകൾ അന്യം നിന്നു പോകുന്ന നാടായി കേരളം മാറുകയാണ്. ഇവിടെ പോസിറ്റീവിസം ഇല്ല, നെഗറ്റീവിസമാണ്. നെഗറ്റീവിസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം എങ്ങോട്ട് പോകുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പോസിറ്റീവിസത്തിൻ്റെ അടിത്തറയിലും ആത്മീയതയുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ തികഞ്ഞ ആത്മീയവാദിയും, അദ്ദേഹത്തിൻ്റെ 64 കൃതികൾ പരിശോധിച്ചാൽ അതിൽ എവിടെയെങ്കിലും ആരാണോ അടിച്ചമർത്തിയത്, ഒരു സമുദായമാണ്, ഞാൻ എൻ്റെ പേരൊന്നും പറയുന്നില്ല, ആ അടിച്ചമർത്തപ്പെട്ട സമുദായത്തിനെതിരായിട്ട് എവിടെയെങ്കിലും ഒരു വാക്ക് പറയാൻ സാധിക്കുമോ? പക്ഷെ മാറ്റമുണ്ടാക്കും. സാമൂഹ്യമായ മാറ്റത്തിലെ ഏറ്റവും വലിയ ചാലകശക്തിയായി ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം എവിടെയെങ്കിലും അത്തരത്തിലൊരു പരാമർശം നടത്തിയതായി എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ടത് സാറിനൊക്കെ കൂടുതൽ അറിയാൻ സാധിക്കും. ഇല്ല. 25-ാം തീയതി കഴിഞ്ഞ ഈ മാസം 25-ാം തീയതി എനിക്കൊരു അപൂർവമായ അവസരം ലഭിച്ചു. സുത്തൂർ മഠത്തിലെ മഠാധിപതി, അവരാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ സമുദായവും ഏറ്റവും വലിയ ചാലകശക്തിയായി നിൽക്കുന്ന ആൾക്കാർ. അത് എന്നെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇപ്രാവശ്യം രാഷ്ട്രീയക്കാരെ വിളിക്കുന്നില്ല, താങ്കൾ അതിൻ്റെ ഉദ്ഘാടനത്തിൽ വരണം. ഞാൻ നല്ല ബന്ധമുള്ള സ്വാമിയാണ്, നല്ല സ്വാത്വികനാണ്, അവരുടെ ജഗദ്ഗുരു എന്നറിയപ്പെടുന്ന ആളാണ്. ഞാൻ അവിടെ ചെല്ലാൻ വേണ്ടി പഠിച്ചപ്പോഴാണ് 1000 കൊല്ലത്തെ പഴക്കമുണ്ട്. അവിടെ ബസവേശ്വരനായ ശേഷം 100 കൊല്ലത്തിന് ശേഷമാണ് വന്നത്. അദ്ദേഹം അതിന് സപ്ലിമെൻ്റ് ചെയ്തു, കോൺട്രിബ്യൂട്ട് ചെയ്തു. പക്ഷെ ആ ആശ്രമത്തിൻ്റെ 1000 കൊല്ലം സ്ഥാപിച്ചതിൽ അവർ പറഞ്ഞ 5 കാര്യങ്ങൾ 1948
ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ഈക്വൽ ജസ്റ്റിസ്, ജെൻഡർ ജസ്റ്റിസ്, ഇങ്ങനെയുള്ള ഇക്വാളിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബസവേശ്വരൻ്റെ തോട്ടിൽ എവിടെയെങ്കിലും അതിന് സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങൾക്ക് കാരണക്കാരായ ഇന്ന ആൾക്കാരെ വെറുക്കണം, അവർക്കെതിരായിട്ട് വാക്ക് പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് വൈ ഐ വുഡ് ലൈക്ക് ടു സേ പോസിറ്റിവിസം. തമിഴ്നാട്ടിൽ ഭാരതീയ വിദ്യാഭവൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി ഈ മാസം തന്നെ ഞാൻ പോയിരുന്നു. മധുരയിൽ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ആരെയും തമിഴ്നാട്ടുകാരെ ഒന്നും കുറ്റപ്പെടുത്താനല്ല, ഭരണകൂടത്തെ ഒന്നും കുറ്റപ്പെടുത്താനല്ല. ഇന്നും അവിടെ മതിൽ കെട്ടി ആളുകളെ മാറ്റി നിർത്തുകയാണ് ജാതിയുടെ പേരിൽ. ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കുമായി തുറന്നു കൊടുത്ത 2 ക്ഷേത്രങ്ങൾ ഈ അടുത്ത കാലത്തുണ്ട്. ശ്രീധുവട്ടമൊക്കെ അവിടുത്തെ ക്ഷേത്രപ്രചാരമായിട്ട് ഇരുന്നതാണ്. അന്വേഷിച്ചാൽ കിട്ടും. അവിടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ആളുകൾ, ഹിന്ദു സമൂഹത്തിൻ്റെ അടുത്തുള്ള ആളുകൾ ആരാധനയ്ക്ക് തുറന്നു കൊടുത്തതിൻ്റെ പേരിൽ ആ മെയിൻ ക്ഷേത്രത്തിൽ ആരും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ മെയിൻ ക്ഷേത്രം ഇപ്പം ആരും ചെല്ലാത്ത അവസ്ഥയിലാണെന്ന് ഞാൻ അവിടെ ചെന്നൈ പോയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അത് ശരിയാണെന്ന് പറയുന്നു. ചിരട്ടയിൽ ചായ കൊടുക്കുന്ന ഏർപ്പാട് ഇപ്പോഴും ഉള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലൊന്നുമല്ല, അല്ല കർണാടകത്തിലുമല്ല. വൈ? എൻ്റെ വിനീതമായ അഭിപ്രായം, ഏത് സമൂഹത്തിൻ്റെ ഏത് നവോത്ഥാന പ്രക്രിയയിലും നിങ്ങളതിനെ വിപ്ലവമെന്നോ ആത്മീയ പാതയെന്നോ എന്ത് വേണം വിളിച്ചോളൂ, പക്ഷേ സാത്വികമായ ആത്മീയമായ ഒരു പശ്ചാത്തലത്തിൽ വളരുന്ന ഒന്നിന് മാത്രമേ വിജയിപ്പിക്കാൻ സാധിക്കൂ. ബ്രാഹ്മണനെയും മൂർഖമ്പാമ്പനെയും കണ്ടാൽ അടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞ വിപ്ലവം അതായിരുന്നു എന്ന് പറയുമ്പം ഞാൻ അവിടെ ഉദ്ദേശിച്ച് ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. മാറ്റമുണ്ടാക്കാൻ അവർ ശ്രമിച്ചത്. പക്ഷേ ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ സമയത്ത് എന്തുകൊണ്ട് മധുരയ്ക്ക് ചുറ്റുമായി ഇത്തരം കാര്യങ്ങൾ, മധുരയുടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതാണ്, മറ്റ് പലയിടത്തും ഉണ്ടാവാം, അവിടെ ബ്രാഹ്മണരല്ലല്ലോ. ആ മൂവ്മെൻറ്റ് വന്നപ്പം കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴേക്കും ബ്രാഹ്മണർ നാനാഭാഗത്തേക്ക് പോയി, തിരുവനന്തപുരത്തേക്ക് വന്നവരുണ്ട്, ബാംഗ്ലൂരിലേക്ക് പോയവരുണ്ട്, അതുപോലെ തന്നെ USA പോയവരുണ്ട്. അവരെല്ലാം പ്രഗത്ഭരായി. ഇപ്പോൾ 1% പോലും അവരില്ലല്ലോ. അവരല്ലല്ലോ ഇപ്പോഴത്തെ ഈ ക്ഷേത്രം പൂട്ടാനിടയാക്കിയ, അവരെ കയറ്റിയാൽ ആരും പോകരുതെന്ന് പറഞ്ഞത് ആരാണ്? ഇതൊക്കെ സാമൂഹ്യ തലത്തിൽ, രാഷ്ട്രീയമല്ല, ഭരണതലത്തിലുമല്ല, സാമൂഹ്യ തലത്തിൽ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഗുരുദേവനെ ആയാലും അതുപോലെ തന്നെ ഈ സുത്തൂർ മഠത്തിൻ്റെ സ്ഥാപകനെ സംബന്ധിച്ചും പിന്നീട് വന്ന ബസവേശ്വരനെ സംബന്ധിച്ചുമൊക്കെ, ബസവേശ്വരൻ 11-ാം നൂറ്റാണ്ടാണ്. ലോകത്ത് ആരിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കർണാടകത്തിൽ 11-ാം നൂറ്റാണ്ടിൽ നടന്ന നവോത്ഥാന പ്രക്രിയ, ആ പ്രക്രിയയുടെ ചാലകശക്തിയായിരുന്ന ബസവണ്ണയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു നാട്ടുരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ, വ്യത്യസ്ത ജാതികൾ തമ്മിൽ കല്യാണം വേണം. ഒരു ബ്രാഹ്മണ ചെറുപ്പക്കാരനും പട്ടികജാതിക്കാരിയായ ചെറുപ്പക്കാരിയും വധൂവരന്മാരായി അദ്ദേഹം തിരഞ്ഞെടുത്ത് പരസ്യമായി വിവാഹം നടത്തി 11-ാം നൂറ്റാണ്ടിൽ. അതിൻ്റെ പിറ്റേ ദിവസം രാജാവ് കൽപ്പിച്ചു ആ 2 പേരുടെയും തലവെട്ടാൻ. അങ്ങനെയാണ് അദ്ദേഹം ആത്മീയതയിലേക്ക് പോകുന്ന നവോത്ഥാനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഈ നവോത്ഥാനത്തോട് ബന്ധപ്പെട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. സാറൊക്കെ വളരെ ശ്രദ്ധിച്ച് വായിക്കുന്ന ആളാണ്, എനിക്കറിയത് ഇത്തരം ശ്രീനാരായണ സന്ദേശം. ശ്രീനാരായണ ഗുരുദേവൻ്റെ 100-ാം ജന്മദിനത്തിന് ഔപചാരികമായി ഇറക്കിയ സോവനീറുണ്ട്. ആ സോവനീറിലെ 3 ലേഖനങ്ങൾ, ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു മുഖ്യമന്ത്രിയായിരുന്ന ആളിൻ്റെ ലേഖനമാണ്. അത് അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന തൊട്ട് മുമ്പ് എഴുതിയതാണ്. മറ്റൊന്ന് തിരൂരിൽ നിന്നുള്ള ഒരു സൈദ്ധാന്തികൻ, ഒരു പ്രസ്ഥാനത്തിൻ്റെ സൈദ്ധാന്തികൻ എഴുതിയതാണ്. ഇത് 3 വായിച്ചാൽ അതിലവർ പറഞ്ഞിട്ടുള്ളത്, ഗുരുദേവൻ്റെ ആത്മീയതയെ കേരളം നിരാകരിച്ചു, ഗുരുദേവൻ്റെ സാമൂഹ്യ വിപ്ലവത്തെ, നവോത്ഥാനത്തെ, ജാതിക്കെതിരായ സമരത്തെ ജനങ്ങൾ സ്വീകരിച്ചു. ഇങ്ങനെ ഡിവൈഡ് ചെയ്തതാണ്. ഇപ്പം അതിനെ ഓൺ ചെയ്യുമോ? ആത്മീയത ഇല്ല എന്ന് പറഞ്ഞാൽ 64 പുസ്തകങ്ങളും അദ്ദേഹത്തെ ഏതിലാണ് ആത്മീയത ഇല്ലാത്തത്?
അപ്പോൾ ഇത്തരത്തിൽ ആത്മീയ പശ്ചാത്തലത്തെ തള്ളിപ്പറയാതെ ഒരു സാമൂഹ്യ വ്യവസ്ഥ പോകണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതുകൊണ്ട് ദേശീയത, ഇന്ത്യ, ആ ദേശീയതയിൽ നിന്നാണ് ഇന്ത്യ ഉയർത്തെഴുന്നേറ്റത്. അതിന് പിന്നിലെ സുപ്രധാന ശക്തികളായി പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ കാലത്ത് 40 വയസ്സിൽ താഴെയുള്ളപ്പോൾ അദ്ദേഹം സമാധിയായി. അദ്ദേഹം എവിടെയെങ്കിലും രാജനൈതികത പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കില്ല, രാഷ്ട്രം പറഞ്ഞതായി കാണാൻ സാധിക്കില്ല. എന്തിനധികം പറയുന്നു, സിസ്റ്റർ നിവേദിത അവർക്ക് വിദ്യ പകർന്നു കൊടുത്തപ്പോൾ, അവർ കുറച്ച് ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ മറ്റും നടത്തിയപ്പോൾ സ്വാമി പറഞ്ഞു, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൻ്റെ ആളായതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട അടുത്ത ആ വിദ്യ പകർന്നു നൽകേണ്ട ഘട്ടത്തിൽ അദ്ദേഹം ഡിലേ വരുത്തി എന്ന് എഴുതിയ പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്വാമിജി ഒരിക്കലും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായി അവരെ കുറ്റം പറഞ്ഞ ഒരു ഘട്ടവും നമുക്ക് കാണാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ അതിന് ശ്രമിക്കേ എന്നാണ് ഇന്ത്യക്കാരോട് പറഞ്ഞത്. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിവേരുകൾ എവിടെയെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങളിലൊന്ന് സ്വാമി വിവേകാനന്ദൻ എന്നാണ്. മഹാത്മാഗാന്ധിജി പറഞ്ഞു, വിവേകാനന്ദൻ്റെ കൃതികൾ വായിക്കുമ്പോൾ എൻ്റെ ഊർജം 1000 ഇരട്ടി വർദ്ധിക്കുകയാണ്. 14 വയസ്സിനുള്ളിൽ വിവേകാനന്ദ പുസ്തകം മുഴുവൻ വായിച്ചതാണ് ICS പിച്ച് ചീന്തി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ചാടാൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ സ്വാധീനിച്ച ഘടകം. ഇതെല്ലാം ഒരു ബംഗാളി മൂവ്മെൻറ്റിന് വേണ്ടിയായിരുന്നു, ഇതെല്ലാം തിലകൻ മഹാരാഷ്ട്ര മൂവ്മെൻ്റ് ആയിരുന്നു. ഇതിനൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഇപ്പോഴും ഈ അടിസ്ഥാനപരമായ 16 രാജ്യങ്ങളായി വിഭജിക്കണം, അല്ലെ 17 രാജ്യങ്ങളായി വിഭജിക്കണമെന്ന വാദഗതിയെ അടിസ്ഥാന പ്രമാണമായി തള്ളിക്കളയാതെയാണ് കേരളത്തിലുള്ള ചില പ്രസ്ഥാനങ്ങൾ പോകുന്നതെന്നുള്ളത് പറയാതിരിക്കുന്ന നിർവാഹമില്ല. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ബ്രിട്ടീഷ് രേഖകളിലൊന്ന് അവരുടെ രഹസ്യ റിപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും സ്വാമിജി ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം അണിയാനോ അതിനോട്, പക്ഷേ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള സമരത്തിൽ അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആര്യസമാജ സ്ഥാപകൻ ഉൾപ്പെടെ, അരവിന്ദ് ഉൾപ്പെടെ, പോണ്ടിച്ചേരി നമ്മൾ പിന്നീടെടുക്കുന്ന അരവിന്ദ് ഉൾപ്പെടെ ഉള്ള ആളുകളെല്ലാം വന്നിട്ടുള്ളത്. ബംഗചന്ദ്ര ചാറ്റർജിയുടെ ഇൻസ്പിറേഷൻ ആരായിരുന്നു? പക്ഷേ ആ സ്വാമിയെപ്പറ്റി ബ്രിട്ടീഷ് ഡോക്യുമെൻറ്റുകളിൽ ഇപ്പോഴാണത് പുറത്തു വരുന്നത്. shrewd പൊളിറ്റീഷ്യൻ വിയറിങ് സഫ്രോൺ റോബ്, കാവി ഇപ്പോഴല്ല, അന്നും കാവി അലർജിയാണ് അവർക്ക്. സ്വാമി വിവേകാനന്ദനെ പോലും അത്തരത്തിൽ ചിത്രീകരിച്ച ചരിത്രമുള്ള ഒരു നമ്മുടെ നാട്ടിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യഥോ ധർമ്മസ്തോ ജയ. എന്തിനാ സുപ്രീം കോടതി, മതേതര ഇന്ത്യയിലെ സുപ്രീം കോടതി അതിൻ്റെ ആപ്തവാക്യമായി സ്വീകരിച്ചത് എന്തുകൊണ്ടായത്? യഥോ ധർമ്മസ്തോ ജയ. അങ്ങനെയാണെങ്കിൽ എത്ര ഡിക്റ്റം നമ്മുടെ ആംഗ്ലോ സാക്സോൺ നിയമത്തിലുണ്ട്. പക്ഷേ വലപത്തിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. യഥോ ധർമ്മസ്തോ ജയ. വാട്ട് ഈസ് ധർമ്മ? 2006 സുപ്രീം കോടതിൻ്റെ ജഡ്ജ്മെൻറ്റ് പറഞ്ഞു, ദർ ഇസ് നോ ഈക്വലന്റ് വേർഡ് ഫോർ ധർമ്മ. റൈറ്റസ്നെസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈക്വലൻ്റ് അല്ല. അപ്പോൾ ആ പദം തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ, അതുകൊണ്ടാണ് ഭീഷ്മർ പറഞ്ഞത് ധർമ്മമുണ്ടെങ്കിൽ രാജാവ് വേണ്ട എന്ന് പറഞ്ഞ ഭീഷ്മരുടെ അടിസ്ഥാന തത്വം. ഇവിടെയാണ് പവർ പൊളിറ്റിക്സിന് അപ്പുറത്ത്, അതിനേക്കാളൊക്കെ അപ്പുറത്ത് മനുഷ്യ മനസ്സുകളെ സ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തിയാടാൻ പ്രേരിപ്പിച്ചത് ഇത്തരം ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് സൂക്ഷ്മമായി, എനിക്കതിന് സമയത്തിൻ്റെ പരിമിതിയുണ്ട്, ബാർ അസോസിയേഷൻ്റെ പരിപാടിക്ക് കൊല്ലത്ത് 1:30 എത്തേണ്ടതാണുള്ളത്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ബ്രിട്ടൻ ആരെയൊക്കെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടോ, പാതിരിമാർ പോലും, വിദ്യാസമ്പന്നരായ പാതിരിമാർ പോലും ഇവിടെ വന്നു കഴിഞ്ഞ അവസാനം ഇതിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് മാറിയ ഒരു ഡസൻ ആളുടെ പേര് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കും. മാക്സ് മുള്ളറെ നമ്മൾ എന്തിനാ വന്നെന്നറിയാം?
മെക്കാളയുടെ പിന്തുടർച്ചക്കാരനായി അസൈൻഡ് വർക്കിൻ്റെ ഭാഗമായി വന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പോകുമ്പം നമ്മളിപ്പം മാക്സ് മുള്ളറെ ഒരുപാട് ആൾ വിമർശിക്കും, ഞാനും ആ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ മാക്സ് മുള്ളർ പോകേണ്ട അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ? എനിക്ക് ഹിമാലയത്തിൻ്റെ ഉയരം കണ്ടിട്ടില്ല തല ചുറ്റുന്നത്, നമ്മുടെ വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ആഴം കണ്ടിട്ട് എനിക്ക് തല ചുറ്റുന്നു എന്ന് പറഞ്ഞ മാക്സ് മുള്ളറെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന മണ്ണാണ് ഭാരതമെന്നുള്ളത് കൊണ്ടാണ്. ആനി ബെസൻറ്റും സിസ്റ്റർ നിവേദിതയും മാർത്തോയിനും എല്ലാം എത്ര ആളുകൾ പറഞ്ഞു. ഇത് വല്ലതും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കരിക്കുലങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഒരു നമ്മളെല്ലാം അമ്പലത്തിൽ പോകുന്നവരാണ്. തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിലെല്ലാം പ്രണമിക്കുന്നവരാണ്. തന്ത്രശാസ്ത്രത്തിൻ്റെ അതിനെ ശാസ്ത്രമെന്ന പേരിടിയിച്ചതാരാ? നമുക്ക് ആർക്കും ഓർമ്മയില്ല. സർ ജോൺ വുഡ്രൂഫ്. നമ്മുടെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ 11ഓളം പുസ്തകങ്ങൾ നമുക്ക് ആർക്കും അറിയില്ല, വായിച്ചാൽ വിഷമമുള്ളതാണ്. ഇന്ത്യയിലെ അക്കാലത്ത് സുപ്രീം കോടതി എന്ന് പറയാവുന്ന കൽക്കട്ട ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ്. അത് ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞെന്തെന്നറിയാമോ? ഐ ആം എ യൂറോപ്യൻ, ഐ ആം വിത്ത് എ ബോഡി ഓഫ് എ യൂറോപ്യൻ ബട്ട് വിത്ത് ഇന്ത്യൻ സോൾ. ഇന്ത്യൻ സോൾ. അദ്ദേഹം തന്ത്രശാസ്ത്രം എഴുതിയ പതിനൊന്ന് പുസ്തകങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള തന്ത്രവിദ്യാപീഠ താന്ത്രികളുടെ ഒരു സമ്മേളനം തൃശ്ശൂരിലുണ്ടായിരുന്നു 2 കൊല്ലം മുമ്പ്. ഞാൻ മറ്റേ സ്റ്റേറ്റിലെ ഗവർണറായിരിക്കുമ്പോഴാണ്. ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ അവരെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു, ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. സെർപ്പൻ പവറിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ പാമ്പ് കയറിപ്പോകുന്ന പോലെ നമ്മുടെ എന്താ പറയുക, കുണ്ടലിനി ശക്തി അങ്ങനെയുള്ളതാണ്. കുണ്ടലിനി ശക്തിയുടെ ഫോട്ടോ പലരും, ഞാൻ ആരെയും മോശമാക്കുന്നില്ല, എടുത്തു കൊടുത്ത ഫോട്ടോ എവിടുന്ന? സർ ജോൺ വുഡ്രൂഫിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. സർ ജോൺ വുഡ്രൂഫ് ഇവിടെ വന്നു, ഒരു പൂജാരി ഒരിക്കൽ കണ്ടു, ഒരു തന്ത്രവിദ്യാപീഠത്തിൽ തന്ത്രവിദ്യ അറിയാവുന്ന ഒരാളെ കണ്ടപ്പം ജഡ്ജായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞപ്പോൾ വിളിപ്പിച്ച് സംസാരിച്ചു. അവിടെ നിന്ന് മാറ്റമുണ്ടായി. അവസാനം അദ്ദേഹത്തിനോട്, നിങ്ങൾ ശരിക്കുള്ള ബെഡിൽ കിടന്നാൽ ഈ സംസ്കൃത പദങ്ങൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ജീവിതം മുഴുവൻ നിലത്ത് കിടന്ന് സംസ്കൃതം പഠിച്ച് 11 പുസ്തകങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. എല്ലാം ശക്തി, ശക്ത. ഹരിയാട്ടിന് 1-2 പുസ്തകങ്ങൾ പക്ഷേ അറിയായിരുന്നു. അത് വേറൊരു 2 വ്യൂസ് ഉണ്ട് ഞാൻ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതെല്ലാം തലമുറയ്ക്ക് കൊടുക്കേണ്ടതല്ലേ? ഇപ്പോൾ കാശ്മീർ ശൈവവിദ്യ ഉൾപ്പെടെയുള്ളത് നമ്മുടെ ഇവിടെ വാഗമണ്ണിൽ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ആൾ, അതിനുവേണ്ടി പേര് ഞാൻ പറയുന്നില്ല, സിനിമയോട് ബന്ധപ്പെട്ടാണ് പറയുന്നില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുക. ഇതിനെയൊക്കെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണ്ടേ? കണ്ടെത്തലാണ് വേണ്ടത് ഈ കാലഘട്ടത്തിൽ. ഇതിനെയെല്ലാം ഉൾക്കൊള്ളാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത് ദേശീയതയുടെ അടിത്തറ ഇതാണ്. ആ ദേശീയതയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. തമിഴകത്തെ സംബന്ധിച്ച് വിവാദത്തിന് ഞാനില്ല. പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മലയാളി വേരുകളുള്ള ധനകാര്യമന്ത്രി, മലയാളി വേരുകൾ എന്ന് വെച്ചാൽ നമുക്കാർക്കും അറിയില്ല, ഒരു തമിഴ്നാട്ടുകാരിയായിട്ട് അറിയപ്പെടുന്നെങ്കിലും അവരുടെ അമ്മൂമ്മ മങ്കൊമ്പ് പട്ടരുടെ വീട്ടിലായിരുന്നു. ഞാനിങ്ങനെ ഞാൻ പ്രസിഡൻ്റായിരിക്കും വെച്ച് അവരെ ഒന്നിച്ച് യാത്ര ചെയ്തു. അപ്പോൾ അവിയലും സാമ്പാറിനും ഭയങ്കര താല്പര്യം അവർക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് അവരുടെ അമ്മൂമ്മ അവിടെ കുട്ടനാട്ടിൽ നിന്നുള്ളതാണ്. അവരവതരിപ്പിച്ച ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ പാർലമെൻറ്റിൽ അന്ന് ഈ ചർച്ചകൾ വന്ന അവസരത്തിൽ അവർ തമിഴകം നോട്ട് ദ ദ്രാവിഡകം. തമിഴകവും ദ്രാവിഡകവും തമ്മിൽ കോറിലേറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് അവരുടെ വാദഗതി. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഇത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. എന്തിന് ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, 4 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പ് 300 പേരെ ഒരു ശ്രീലങ്കയിലെ ദേവാലയത്തിൽ അത് ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പം അവർ ഒരു കാരണവും കൂടാതെ വെടിവെച്ചിട്ടു മുസ്ലിം തീവ്രവാദികൾ.
സാധാരണ ക്രിസ്തീയ സമുദായത്തിന് ചെയ്ത 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം ആചരിക്കേണ്ടതാണ്. എല്ലാവരും മൗനത്തിലായിരുന്നു. കേരളത്തിലെ എല്ലാവരും മൗനത്തിലായിരുന്നു. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി 2ാം തവണ ചുമതലയേറ്റ നരേന്ദ്രമോദിജി ആദ്യത്തെ അദ്ദേഹം ചാർജ് എടുത്ത് 2 ആഴ്ചക്കുള്ളിൽ അവിടെ പോയി അവരെ എല്ലാ കുടുംബങ്ങളെയും കണ്ടു തിരിച്ചു വന്നു എന്നുള്ളത് ഇവിടെ വാർത്തയാവുന്നില്ല, ആർക്കും അറിയില്ല. എല്ലാവർക്കും നീതി കൊടുക്കുന്നു, പക്ഷെ എങ്കിൽ പോലും വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള നിലപാട് വരുന്നത് ദേശീയതയോട് ബന്ധപ്പെട്ടവരെ കേരളത്തിൽ തമസ്കരിക്കുക, അതുകൂടാതെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. ഇവിടെ ഞാൻ അധിക സമയം എടുക്കുന്നില്ല. നളന്ദ 17 രാജ്യങ്ങൾ ചേർന്നാണ് നളന്ദ പുനരാവിഷ്കരിക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ എല്ലാം നൽകിയിട്ടുള്ളത്. നളന്ദ ചരിത്രത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു റിവൈവൽ നടന്നപ്പോൾ 17 രാജ്യങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് പരിപാടി നടത്തുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ, കേരളം മാത്രമല്ല ഗോവയുടെ 2ഉം ഞാൻ വായിക്കുന്നതാണ് രാവിലെ, ഒരു വരി പോലും കൊടുത്തില്ല. ഇതൊക്കെയാണ് ദേശീയവാദികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗൗരവപൂർവ്വം പോസിറ്റീവായി ചിന്തിക്കേണ്ടത്. ഗുരുദേവനും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ നവോത്ഥാന പ്രക്രിയകളും ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതില്ലാതെ പോയ ഒരു സംസ്ഥാനമായ തമിഴ്നാട്, അതിലെ ആ നവോത്ഥാന പ്രക്രിയയ്ക്ക് ഇറങ്ങിത്തിരിച്ച വിപ്ലവകാരികളെ മുഴുവൻ മാനിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വൈ തമിഴ്നാട് ഫേസിങ് സച്ച് സിറ്റുവേഷൻ നൗ ഈസ് എൻ അക്കാഡമിക് ക്വസ്റ്റ്യൻ, നോട്ട് പൊളിറ്റിക്കൽ അല്ല. പൊളിറ്റിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടാവും. അക്കാഡമി ഇതിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. തീർച്ചയായും ഒരേ ഭാരതം, അത് ശ്രേഷ്ഠ ഭാരതമെന്ന കാഴ്ചപ്പാട് എന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമുക്ക് വിദ്യയിലൂടെ മാത്രമേ മോചിക്കാൻ സാധിക്കൂ. നോളജാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും അടിത്തറ. നോളജാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നോക്കിയാൽ മറ്റ് സംസ്കാരങ്ങളെക്കാൾ അതിനെ മുന്നിൽ കൊണ്ടെത്തിച്ചത് നോളജാണ്. ആ നോളജ് പകർന്നു കൊടുക്കാനുള്ള ശ്രമമുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഭാരതത്തെ ചിത്രീകരിക്കേണ്ടി വന്നപ്പോൾ ചിരപുരാതനവും നിത്യനൂതനവും, മന്ത്രിയായിരുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ നിത്യനൂതനം ആ ടെക്നിക്കൽ മേഖലയിൽ വേണ്ടതെല്ലാം ചെയ്ത ഒരു നമ്മുടെ അഭിമാനഭാജനമായൊരു മന്ത്രിയായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. ആ ചിരപുരാതനത്തെ അതേപോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ പബ്ലിക് സ്കൂൾ വന്നത് ഏത് കൊല്ലമാണ്? 1811. അന്ന് 7,32,200 പ്രാഥമിക വിദ്യാലയങ്ങൾ, അത് ഈ ഗുരുകുലങ്ങളായാലും മറ്റുള്ള ഗ്രാമീണ വിദ്യാലയങ്ങളുണ്ടായിരുന്ന നാടാണ് ഭാരതം. ആ ഭാരതത്തെയാണ് മെക്കോളോ പറഞ്ഞത് 7 കാര്യങ്ങളിൽ ഇന്ത്യ 0 ഒന്നെന്ത എഡ്യൂക്കേഷനാണ്. ഞാനത് വിജ്ഞാനമാണ്. അത് പിന്നെ തുടരാൻ വേണ്ടി നിങ്ങളൊന്ന് ആലോചിക്കുക, 1600 മുതൽ 1998 വരെ ഈ വിദ്യാഭ്യാസ നയം വരുന്നത് വരെ, മെക്കാളെ വരുന്നത് വരെ അവർക്ക് ഇന്ത്യയെ മാറ്റാൻ സാധിച്ചില്ല. ബ്രെയിൻ വാഷിംഗ് വാസ് നോട്ട് പോസിബിൾ. ബ്രിട്ടൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏത് രാജ്യവും അവർ ഇന്ന് കോളനിയാക്കി കഴിഞ്ഞാൽ 1-2 കൊല്ലങ്ങൾക്കുള്ളിൽ അവരുടേതായ പൂർണ്ണമായും അവർക്ക് ജനമനസ്സുകളെ കീഴടക്കിക്കൊണ്ടാണ് പോയതെങ്കിൽ വൈ ഇന്ത്യയിൽ അത് സാധിക്കാതെ പോയി? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭാരതത്തിലെ ജനങ്ങൾ തമ്മിലുണ്ടാകുന്ന സൗഹൃദവും ഓരോ ഗ്രാമങ്ങളിലെയും ജനങ്ങളുടെ സുദൃഢതയും. അവരൊന്നിച്ചു നിൽക്കുകയും ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അതിന് എ ഡിസയർ ഫോർ യൂണിറ്റി, ആ ഡിസയർ ഫോർ യൂണിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ പരിപോഷിപ്പിക്കാനുള്ള തീർച്ചയായും ഒരു കൾച്ചറൽ യൂണിറ്റി ഓഫ് ഇന്ത്യ, അത് വൈരുദ്ധ്യമല്ല. വൈവിധ്യമുണ്ട് ഇവിടെ, അത് വൈവിധ്യമാണ്, നോട്ട് വൈരുദ്ധ്യം, കോൺട്രഡിക്ഷൻ അല്ല. അതുകൊണ്ട് ഈ വൈവിധ്യത്തിൽ ഏകതയുടെ ബീജമുണ്ട്. ആ ഏകതയുടെ ബീജത്തെ പരിപോഷിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ രാജ്യത്തുടനീളം ഉണ്ടാകണം. കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു സാമൂഹ്യ സംരചന ഇവിടെ നടത്തിയതിൽ ഒരു പ്രത്യയശാസ്ത്രം, അത് തകർന്നടിഞ്ഞൊരു പ്രത്യയശാസ്ത്രമാണ്. ആ തരത്തിൽ സാമൂഹ്യ സംരചനയോട് വളർന്നവരായതുകൊണ്ടാവാം ഇതിനെല്ലാം നിഷേധാത്മകമായി കാണുന്നത്. ആ നിഷേധാത്മകത ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ സക്രിയമായ
ശ്രമമുണ്ടാവണം. കേസരി തീർച്ചയായും അതിൻ്റെ എഡിറ്ററെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ അടുത്ത കാലത്തായി ഇത്തരം ശ്രമങ്ങളും ഒരുപാട് പഴയ എഡിറ്ററും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറയാം. അദ്ദേഹം പക്ഷേ സംഘത്തിൻ്റെ പ്രചാരകനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇദ്ദേഹവും അതിൻ്റെ തുടർച്ചയാണ്. നമ്മുടെ നന്ദൻജി തുടങ്ങിയതിൻ്റെ തുടർച്ച കുറേ കൂടി ശക്തമായി അദ്ദേഹം കൊണ്ടുപോകുന്നു. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി നിങ്ങളെല്ലാം അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ പരിമിതി ഞാൻ ഇത് കേൾക്കേണ്ടതാണ്. ഏറ്റവും ശ്രദ്ധേയരായ ആളുകളാണ് പങ്കെടുക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് അവിടെ 1:30 എത്തേണ്ടത് കൊണ്ട് തന്നെ പോകാൻ അനുവദിക്കണമെന്ന അഭ്യർത്ഥനയോടെ എല്ലാവർക്കും നന്മ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. Thank you, sir. We request all of you to please rise for the national anthem, and I request Srimati Aparna Rajiv to lead us for the national anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Thank you, Srimati Aparna Rajiv. We praise and record our deep sense of respect and gratitude to the most revered Honorable Governor, Sri P.S. Sridharan Pillai, for his esteemed presence and words of wisdom. ഇന്ന് ഈ പരിപാടിയിൽ ആശംസകൾ നേർന്ന മുൻ കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ സാർ, ആദരണീയയായ ഡോക്ടർ റാണി മോഹൻദാസ്, ഈ മനോഹരമായ സമാഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ആരാധ്യരായ പ്രബുദ്ധ നാഗരിക സമൂഹമേ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വിശദമായ ഒരു ആമുഖ സംഭാഷണത്തിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ അടുത്ത സെഷൻ തുടങ്ങേണ്ട സമയം ആയി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അത്തരമൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്തവണ്ണം സമൃദ്ധമായിരുന്നു ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ ഓരോ പ്രഭാഷണവും. സ്വാഗത പ്രസംഗം മുതൽ ഉദ്ഘാടന പ്രസംഗം വരെയുള്ള എല്ലാ അവതരണങ്ങളിലും ഇന്നത്തെ ഈ ചർച്ചാ വിഷയം വളരെ കൃത്യമായി വിവരിക്കപ്പെട്ടു. മാനനീയ പരമേശ്വർജി, നമുക്കെല്ലാം പരിചിതനായ ഹൈന്ദവ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വൈചാരിക അടിത്തറയെ ആധുനിക കാലത്ത് കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ ബലപ്പെടുത്തിയ മാന്യ പരമേശ്വർജി സാധാരണ പറയാറുണ്ടായിരുന്നൊരു വാചകമുണ്ട്: ഭാരതമില്ലാത്ത കേരളം അപകടകരമാണ്, കേരളമില്ലാത്ത ഭാരതം അപൂർണവുമാണ് എന്ന്. അത് ഒരു വലിയ അറിവുകളുടെ സന്ദേശങ്ങളുടെ ഒരു മഹാസാഗരത്തെ ഒരു ചിമിഴിലൊതുക്കി അദ്ദേഹം നമ്മുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഭാരതീയത ഇല്ലാത്ത കേരളം, ഭാരതമില്ലാത്ത കേരളം എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഭാരതീയതയോ ദേശീയതയോ ഇല്ലാത്ത കേരളം അങ്ങേയറ്റം അപകടകരമാണ്
എന്നതിനൊട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. കേരളമല്ലാതെ തന്നെ പല പ്രദേശങ്ങളിൽ ദേശവിരുദ്ധമായ ആശയം പ്രബലപ്പെടുകയും നാഗരികതയുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ ശോഷിച്ചു പോവുകയും ഇടിഞ്ഞു പോവുകയും ചെയ്തപ്പോൾ ആ പ്രദേശങ്ങൾ എത്ര കണ്ട് അപകടകരമായി എന്നതിന് നമ്മുടെയൊക്കെ കാലഘട്ടം തന്നെ സാക്ഷിയാണ്. നമ്മളൊക്കെ തന്നെ അതിന് സാക്ഷിയാണ്. ഏതെല്ലാം പ്രദേശങ്ങൾ ഭാരതത്തിൽ നിന്ന് അടർന്നു പോയിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പലരും ഇതിലുപയോഗിച്ചൊരു പദം, ബഹുമാനപ്പെട്ട ഉദ്ഘാടകനടക്കം ബ്രിഡ്ജ് എന്ന പദത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അതിനെ അത്ര ഗൗരവതരമായ ഒരു ഭൗതിക വസ്തുവായി കണക്കാക്കേണ്ടതുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അതൊരു മെറ്റഫോറായിട്ട് കണക്കാക്കിയാൽ പോരെ. നമ്മുടെ ഭാരതത്തിലോ ഭാരതത്തോട് ബന്ധപ്പെട്ടതോ ആയ പ്രദേശങ്ങളിൽ നടക്കുന്ന വിഘടനവാദത്തിനെതിരായുള്ള ഒരു മാനസിക സേതു, ഒരു സാംസ്കാരിക സേതു, ഒരു ധൈഷണിക സേതു കെട്ടേണ്ടതിൻ്റെ, സേതു എന്ന് പറഞ്ഞാൽ പാലം, കെട്ടേണ്ടതിൻ്റെ ആവശ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു മെറ്റഫോറായിട്ട്, ഒരു രൂപകമായാണ് ആ പദം കേസരി ഉപയോഗിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഘടനത്തിൻ്റെ, വിഭജനത്തിൻ്റെ ചിന്ത, ഭാരതീയതയെ അടർത്തി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചിന്ത, ദേശീയ ഐക്യത്തെ ഇല്ലാതെയാക്കാനുള്ള ചിന്ത, അതെവിടെയെല്ലാം പ്രബലമായോ, അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, ആ പ്രദേശങ്ങളൊക്കെ അത്യന്തം അപകടകരമാവുകയും അവസാനം ഭാരതമല്ലാതെയായിത്തീരുകയും ഭാരതത്തിൽ നിന്ന് വേർപെട്ടു പോവുകയും ചെയ്തു എന്നത് ചരിത്ര വസ്തുതയാണ്. എന്താണ് മഹാഭാരത പ്രസിദ്ധമായ ഗാന്ധാരത്തിന് സംഭവിച്ചത്? ഗാന്ധാരി ദേവി വന്ന ശകുനിയുടെ നാട്, ആ പ്രദേശം എങ്ങനെയാണ് ഭാരതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്? എങ്ങനെയാണ് വേദം പിറവികൊണ്ട സിന്ധുവിൻ്റെ തീരം ഭാരതത്തിൻ്റെതല്ലാതായി പോയത്? എങ്ങനെയാണ് ഢാക്കേശ്വരിയുടെ ബംഗ്ലാദേശ് ഭാരതത്തിൻ്റെതല്ലാതായി പോയത്? എപ്പോഴാണോ അവിടെ ഈ വിഘടനവാദം ശക്തിപ്പെട്ടത്, പല കാരണങ്ങൾ ഉണ്ടാവാം, അതിലേക്ക് ആഴത്തിൽ കടക്കുന്ന അനേകം സെഷനുകൾ ഇനിയുണ്ട്, നമ്മളത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും, ചർച്ചയിൽ പങ്കാളികളാവുകയും ചെയ്യും. ഞാൻ അതുകൊണ്ട് അതിലേക്ക് ഏറെ കടന്നു പോകുന്നില്ല. മാനനീയ പരമേശ്വർജി പറഞ്ഞത്, എപ്പോഴാണോ ആ ഭാരതീയത ഓരോ പ്രദേശത്ത് നിന്ന് ബലാൽ അടർത്തി മാറ്റപ്പെടുകയോ നമ്മുടെ അവഗണന കൊണ്ട് ഇല്ലാതായി പോവുകയോ ചെയ്യുന്നത്, അത് അപകടകരമാവുകയും ആത്യന്തികമായി അവസാനം അത് ഭാരതത്തിൽ നിന്ന് വേർപെട്ടു പോവുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ആ വാചകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഒന്ന് എടുക്കൂ. കേരളം ഇല്ലാതായി പോയാൽ അത് ഭാരതത്തിൻ്റെ അപൂർണതയായി കാണേണ്ടി വരും. കേരളത്തെ ഭാരതത്തിൽ നിന്നോ, അല്ലെങ്കിൽ ഇനി ഇവരൊക്കെ വർണ്ണിക്കുന്ന വിധത്തിലുള്ള ദക്ഷിണ ഭാരതത്തെ, അങ്ങനെ ഒരു ഭാരതമില്ല. ഉത്തര ഭാരതവുമില്ല, ദക്ഷിണ ഭാരതവുമില്ല, ഉത്തരപൂർവ്വ ഭാരതവുമില്ല, പടിഞ്ഞാറൻ ഭാരതവുമില്ല. അങ്ങനെ ചിലരൊക്കെ പറഞ്ഞു വിഭജിക്കുകയാണ്. സത്യത്തിൽ തെക്കൻ ഭാഗത്ത് താമസിക്കുന്ന ഭാരതീയരെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് മാത്രമേ ഉള്ളൂ തെക്കൻ ഭാരത, ദക്ഷിണ ഭാരതീയർ എന്ന്. ദക്ഷിണ ഭാരതം എന്നതൊരു കൃത്യമായി വിഭജിച്ചെടുക്കാവുന്ന വിധത്തിലുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ ഏകകമല്ല, ഒരു യൂണിറ്റ് അല്ല. അങ്ങനെ ഒരു വിഭജനവുമില്ല സത്യത്തിൽ. അത് തന്നെ തെറ്റായൊരു വിഭജനമാണ്. ഏതായാലും ഭാരതത്തിൽ നിന്ന് വേർപെടുത്താനുള്ള ശ്രമം ഇന്ന് വളരെ സജീവമായി, ഒരു കാലത്ത് ബ്രിട്ടീഷുകാരോ അതിനു മുമ്പുള്ള ആക്രമണകാരികളോ ഒക്കെ ചെയ്ത കാര്യം, ബ്രിട്ടീഷുകാർ വളരെ സജീവമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ഇന്ന് ചില പ്രത്യയശാസ്ത്രക്കാർ നമുക്ക് ഈ കാലഘട്ടത്തിൽ അത്തരം പരിശ്രമങ്ങളെ ഹെഡ് ഓൺ ഫേസ് ചെയ്തേ മതിയാവുകയുള്ളൂ. ഒളിച്ചു കളിച്ചുകൊണ്ടോ വളഞ്ഞു ചുറ്റിയതുകൊണ്ടോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചതുകൊണ്ടോ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധ്യമല്ല. സോ വി ഹാവ് ടു കോൾ എ സ്പേഡ് എ സ്പേഡ്. അങ്ങനെയുള്ള പരിശ്രമം നടക്കുന്നുണ്ട്, നടന്നിരുന്നു മുമ്പേ. അതന്ന് ദേശീയ ശക്തികളുടെ കരുത്തുകൊണ്ട് ഇല്ലാതെയാക്കപ്പെട്ടു. ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഭാരതം 16 അതിലധികമോ ദേശീയതകളുടെ സങ്കര സംയുക്തമാണ് എന്ന് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പദവിയിലിരുന്നു കൊണ്ട് അതിനപ്പുറത്ത് അദ്ദേഹത്തിന് പറയാൻ കഴിയുമായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടാൻ കാലമായപ്പോഴാണ്
ഭാരതത്തിൽ നിന്ന് വേർപെട്ടു പോകാനുള്ള അധികാരം ഇവിടുത്തെ ഈ 16 അതിലധികമോ വരുന്ന ദേശീയതകൾക്കുണ്ട് എന്ന് ഒരു പ്രത്യയശാസ്ത്രം പ്രഖ്യാപിച്ചത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന്റെ ചോദ്യം പ്രസക്തമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുക, വീണ്ടും പറയുകയാണ് ആ ചോദ്യം. ഇപ്പോഴും അതേ നിലപാടിലാണോ ഉള്ളത്? 16 അതിലധികമോ ദേശീയതകൾ എന്ന് പറഞ്ഞ ആ പാർട്ടി 6 മാസത്തിനുള്ളിൽ സ്പെഷ്യൽ പ്ലീനം കൂടി ഒരു ദേശീയതയെ കൂടി കണ്ടെത്തി. ഇതിങ്ങനെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് എത്ര കഷണങ്ങളായി ഈ നാടിനെ മുറിക്കാമെന്ന്. ഇതെവിടുന്ന് കിട്ടിയ പ്രേരണയാണ്? അപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി പിന്നോട്ട് നോക്കുമ്പോൾ 1925 ഒരു നല്ല അനുഭവത്തിന്റെ ചരിത്ര മുഹൂർത്തത്തെ ഉദാഹരിക്കാനുണ്ട്, അതേപോലെ ഒരു ചീത്ത അനുഭവത്തിൻ്റെതുമുണ്ട്. 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്ഥാപിതമായത്. അതേ വർഷമാണ് ജോസഫ് സ്റ്റാലിൻ ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു കുപ്രസിദ്ധമായ ലേഖനം എഴുതിയത്. ഞാൻ കുപ്രസിദ്ധം എന്ന് വിശദീകരിക്കാൻ കാരണം, ആ ലേഖനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ഭാരതത്തിന്റെ ഇന്ന് ശക്തിപ്പെട്ട് കാണുന്ന ദേശീയത നാളെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുന്നതോടുകൂടി ഇല്ലാതെയാകും. എത്ര ക്ലിയറാണ്! അവരെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ഏകത്വത്തെക്കുറിച്ച്, ഏകതയെക്കുറിച്ച്, ഉദ്ഗ്രഥനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. സ്റ്റാലിൻ പറയുന്നു, വിപ്ലവ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ പ്രസ്ഥാനം ശക്തിപ്പെടുന്നതോടുകൂടി ഇന്ന് ഒരു പുകമറ, ദേശീയതയുടെ പുകമറയ്ക്കുള്ളിൽ ഒന്നാണ് എന്ന തോന്നലുളവാക്കി ശക്തമായി നിൽക്കുന്ന ഈ ഭാരതത്തിൽ ഭാഷയുടെ, ജാതിയുടെ, വർഗത്തിന്റെ, സംസ്ഥാനത്തിന്റെ പേരിലുള്ള വിഘടനവാദം ശക്തിപ്പെടും, വിഭജനവാദം ശക്തിപ്പെടും, സ്വത്വവാദം ശക്തിപ്പെടും, ഐഡന്റിറ്റി പൊളിറ്റിക്സ് ശക്തിപ്പെടും. ഇന്നിപ്പോൾ ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ പറയുകയും ഭാരത വിഭജനത്തിന്റെ കാരണമായി മാറുകയും ചെയ്യുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്നവർ ആവേശം ഉൾക്കൊണ്ടത് ആ 1925 ദ മോസ്റ്റ് നൊട്ടോറിയസ് റൈറ്റപ്പ് റിട്ടൺ ബൈ ജോസഫ് സ്റ്റാലിൻ ഓൺ ഭാരത്. അദ്ദേഹം പറയാണ്, ശക്തിപ്പെടുത്തുന്നതിൽ, എന്തിനു ശക്തിപ്പെടുത്തുന്നതിൽ? ഭാരതത്തിൽ ഈ വിഭജനവാദം, അദ്ദേഹം അതിന് വളരെ സുന്ദരമായ പഞ്ചസാര കോട്ട് ചെയ്തിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചതെങ്കിലും ഭാരതത്തിൽ ജാതിയുടെ, വർഗത്തിന്റെ, സംസ്ഥാനത്തിന്റെ ഒക്കെ ഭാവങ്ങൾ വളരുകയും ഭാരതം കൂടുതൽ കൂടുതൽ വിഭജിതമാവുകയും ചെയ്യും. ആ ആശയത്തെ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അഖിലേന്ത്യാ തലത്തിൽ ഔദ്യോഗികമായി പ്രമേയം പാസാക്കിയത്. 16 അതിലധികമോ, പിന്നീട് 17 എന്ന് നിജപ്പെടുത്തിയ ആ ദേശീയതകളുടെ വിഘടനത്തെ, വിഭജനത്തെ, സ്വയം നിർണയ അവകാശ പ്രഖ്യാപനത്തെയും സാക്ഷാത്കാരത്തെയും സ്വപ്നം കണ്ട ആ പ്രസ്ഥാനം ചെയ്തത്. അത് വേണ്ടതുപോലെ സാധിച്ചില്ല എന്ന് തോന്നിയപ്പോഴാണ് 1948 അത് വേണ്ടതുപോലെ സാധിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ആഗ്രഹിച്ചതുപോലെ 17 ആയില്ല, അല്ലെങ്കിൽ അതിലധികമോ ആയില്ല, അതിന് പകരം 2 ആയുള്ളൂ എന്നത് ഒരു അതൃപ്തി മനസ്സിൽ ഉണ്ടാക്കിയിരിക്കണം. അതുകൊണ്ടായിരിക്കണം നേരത്തെ പറഞ്ഞ പ്രമുഖരായ പല വൈചാരിക നേതാക്കന്മാരും, ഇന്റലക്ച്വൽ ലീഡേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി, പൊളിറ്റിക്കൽ ഐഡിയോളജി, അവര് കേരളം മലയാളികളുടെ മാതൃഭൂമിയാണെന്നും വിശാല ആന്ധ്ര ഉടലെടുക്കണമെന്നും വർണ്ണമാർന്ന ബംഗാളം വിഭജിതമാകണമെന്നുള്ള ആശയത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള താത്വിക ഗ്രന്ഥങ്ങൾ എഴുതിയത്. വീണ്ടും അത് വേണ്ടതുപോലെ നടപ്പായില്ല എന്നതുകൊണ്ട് കുറച്ചൊക്കെ ക്ഷമിച്ചിരുന്ന ആ കൂട്ടർ, ആ വൈചാരിക വിഭാഗം, ആ ഇന്റലക്ച്വൽ ഗ്രൂപ്പ് സമീപകാലത്ത് വളരെ സജീവമായി ഈ ആശയത്തെ ബൗദ്ധിക മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ കാണാതെ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിട്ട് കാര്യമില്ല. ആ ചിന്തയിൽ നിന്നാണ് ബ്രിഡ്ജ് എന്നൊരു മെറ്റഫോർ, ഒരു രൂപകത്തെ ജനങ്ങളുടെ മുന്നിലേക്ക്, കട്ടിംഗ് എന്ന നെഗറ്റീവ് ചിന്തയ്ക്ക് ബദലായി ബ്രിഡ്ജിംഗ് എന്ന ഒരു പോസിറ്റീവ് മെറ്റഫോർ ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാൻ കേസരി ശ്രമിക്കുന്നത്. സമീപകാലത്ത് എന്തെല്ലാം പരിശ്രമങ്ങളാണ് നടന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഉദാഹരണങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇവരോരോരുത്തരും വാദിക്കുന്ന ഈ ആശയഗതിക്കാരുടെ വാദഗതി നമ്മൾ പരിശോധിച്ചാൽ കാണാം. സമീപകാലത്തായിട്ടാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷാഘോഷങ്ങൾ ആരംഭിക്കുമ്പോൾ ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രി അതിൻ്റെ ഒരു ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടികളിലും ഭാരതത്തിന്റെ ഏകത്വത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു.
ദ ഗ്രേറ്റ് യൂണിറ്റി ഓഫ് ഭാരത്. അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അതായത് ഒരു 2-3 വർഷമായിട്ട് നമ്മളത് പരിശോധിച്ചാൽ അറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെയൊക്കെ പൊളിറ്റിക്കലായിട്ട് മാത്രം നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഈ വസ്തുതയെ കണ്ടെത്താൻ കഴിയില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ ആ അമൃതകാലം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്കൊക്കെയുള്ളൊരു മറുപടി എന്നോണമാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭാരതത്തെ വെട്ടിമുറിക്കണം, കട്ടിംഗ് സൗത്ത്, കട്ടിംഗ് നോർത്ത് ഈസ്റ്റ്, കട്ടിംഗ് വെസ്റ്റ് എന്നൊക്കെയുള്ള കട്ടിംഗ് വാദഗതിയുമായി നടക്കുന്നവരുടെ കൂട്ടത്തിലെ ഒരു പ്രമുഖയായ പത്രപ്രവർത്തക നിരുപദ്രവമെന്ന് തോന്നുന്ന ഒരു ട്വീറ്റ് ചെയ്തു. ആ ട്വീറ്റ് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അന്ന് എക്സ് ആയിട്ടില്ല, ട്വിറ്ററാണ്. അതിൽ ആ ട്വീറ്റിൽ അവർ പറഞ്ഞത്, അരയോ ബാബ, ബാബ എന്ന് വിളിക്കുന്നത് അന്ന് കൊറോണയുടെ കാലമൊക്കെ ആയിരുന്നു, നല്ല താടിയൊക്കെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിക്ക്. അരയോ ബാബ, വേർ വാസ് യുവർ ഇന്ത്യ? നിന്റെ ഈ ഭാരതം എവിടെയായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്? ബിഫോർ ബ്രിട്ടൻ കെയിം ഹിയർ, വേർ വാസ് യുവർ ഇന്ത്യ? ഇതായിരുന്നു ചോദ്യം. അപ്പോൾ വളരെ രസികനായ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ്, ഒരു ഇൻഫ്ലുവൻസർ അതിനൊരു മറുപടി കൊടുത്തു, വളരെ സുന്ദരമായ ഒരു മറുപടി. അതാണ് ഏറെ ചർച്ചയായത്. അദ്ദേഹം കൊടുത്ത മറുപടി, ठीक है മാം, അങ്ങ് പറഞ്ഞത് വളരെ സത്യമാണ് മാഡം. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ when they came here they started a company also, ബ്രിട്ടീഷ് ഈസ്റ്റ്. അന്ന് അവർ പറഞ്ഞത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യ വാസ് ജസ്റ്റ് എ ലാൻഡ് മാസ് ഇൻ ബിറ്റ്വീൻ ബർമ ആൻഡ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന് മറുപടി എഴുതിയ ആള് പറഞ്ഞു, യെസ് യു ആർ കറക്റ്റ് മാം, ദാറ്റ്സ് വൈ ദേ ഫൗണ്ടഡ് എ company in the name British East Landmass in between Burma and Afghanistan company. ബർമയ്ക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലെ ഒരു ലാൻഡ്മാസ് കമ്പനി തുടങ്ങിയിട്ടാണ് അവർ വന്നത്. ബ്രിട്ടൻ മാത്രമാണോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയത്? ഡച്ച് തുടങ്ങിയ കമ്പനിയുടെ പേരെന്തായിരുന്നു? ഇന്ത്യ എന്നോ ഭാരതമോ എന്നുള്ള സത്യം എത്രയോ കാലമായി ഇവിടെ നിലനിൽക്കുന്നതാണ്. ഇന്ത്യ എന്ന വാക്കും പഴക്കമുള്ളതാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാർ പറയും ഇന്ത്യക്കൊരു പഴക്കമൊന്നുമില്ല എന്ന്. സെയിന്റ് അവസ്ഥ തുടങ്ങി ഇന്ത്യക്ക തുടങ്ങിയിട്ടുള്ള പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഇന്ത്യനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഭാരതവും ഇന്ത്യയും തമ്മിൽ. ഇന്ത്യ എന്ന പേര് നമുക്ക് തന്നത് വെളിയിൽ നിന്ന് വന്നവരാണ്, എന്നാൽ ഭാരതം എന്ന പദം നമുക്ക് തന്നത് നമ്മുടെ പൂർവികന്മാരാണ്. ഇത്രയുള്ള വ്യത്യാസം. ഏതായാലും ഇന്ത്യയാകട്ടെ, ഭാരതമാകട്ടെ, ഹിന്ദുസ്ഥാനമാകട്ടെ, ആര്യാവർത്തമാകട്ടെ, ആര്യഭൂമിയാകട്ടെ, അത് ചരിത്രാതീത കാലം മുതൽ ഇവിടെ നിലനിൽക്കുന്നതാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. സമുദ്രപര്യന്ത ഏകരാട് എന്ന സങ്കല്പം വേദത്തിലുണ്ട് എങ്കിൽ സമുദ്രം വരെയുള്ള ഈ രാഷ്ട്രം ഒന്നാണ് എന്ന വസ്തുത അന്നേ ഉണ്ട്. അതിനെ വിഭജിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വിഷ്ണുപുരാണത്തിന്റെ പരാമർശം പറഞ്ഞു, ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേ ചൈവ ദക്ഷിണം ഒരിശം തത് ഭാരതം നാമ ഭാരതീയത്ര സന്തതി. ഹിമാലയത്തിൽ നിന്ന് തെക്കോട്ട്, സമുദ്രത്തിൽ നിന്ന് വടക്കോട്ട് കൃത്യമായ അതിരളവുകളെ നിശ്ചയിച്ച് തന്നുകൊണ്ട് നമ്മുടെ പ്രാചീന ഋഷീശ്വരന്മാർ ഈ ഭാരതം എന്ന ഏകകത്തെ നമ്മുടെ മുന്നിൽ വെച്ചു. ഈ വസ്തുത പിന്നെയും നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും സംഘകാല കൃതികളിൽ ഭാരതത്തിന്റെ ഈ മഹത്വത്തെക്കുറിച്ച് വർണ്ണനകളുണ്ട്. ഇമയമലം മുതൽ മല വരെ, സമുദ്രം മുതൽ ഇമയ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് ഹിമം തന്നെയാണ്. ഹിമാലയം വരെയുള്ള ഈ ഭാരതത്തിന്റെ ഏകത്വത്തെക്കുറിച്ച് പ്രാചീന തമിഴ് കൃതികളിൽ, ഇനി പ്രാചീന മലയാളം കൃതികളിൽ ഈ ഭാരതത്തിന്റെ ഏകത്വത്തെക്കുറിച്ച് കാണാം. നമുക്ക് ലഭ്യമായ കൃതികളിൽ മലയാളത്തിന്റെ പ്രാചീന മലയാള കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു കൃതിയാണ് തിരുനിഴൽ മാല. ഗോവിന്ദ കവി എഴുതിയ 13-14 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗോവിന്ദ കവി എഴുതിയ ആ തിരുനിഴൽ മാല, സത്യത്തിൽ അത് തിരുവാറന്മുള അപ്പന്റെ ഒരു ചടങ്ങിനെ കുറിച്ചുള്ള വർണ്ണനയാണെങ്കിലും ആ പുസ്തകത്തിൽ പോലും ഭാരതം എന്ന സങ്കല്പം, വിശാല ഭാരതം എന്ന സങ്കല്പം, അതിനെയും ഉൾക്കൊള്ളുന്ന ജംബുദ്വീപ് എന്ന സങ്കല്പം, ആ ജംബുദ്വീപ് ഉൾപ്പെടുന്ന 7 ദ്വീപുകളെ കുറിച്ചുള്ള സങ്കല്പം, ആ 7 ദ്വീപുകളെയും വലയം ചെയ്തിരിക്കുന്ന 7 സമുദ്രങ്ങളെ കുറിച്ചുള്ള വർണ്ണന, ഇതിന്റെ എല്ലാം മധ്യത്തിൽ വിളക്കിന്റെ നാമ്പ് പോലെ ഉയർന്നു നിൽക്കുന്ന മേരുപർവ്വതത്തെ കുറിച്ചുള്ള സങ്കല്പം, മേരുപർവ്വതത്തിന് തെക്കുഭാഗത്തുള്ള ഹിമാലയത്തെ കുറിച്ചുള്ള സങ്കല്പം. എനിക്കറിയില്ല, എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് ഗോവിന്ദകവി. ആറന്മുളയും പന്തളവും ഒക്കെ അടുത്തടുത്താണ്. പക്ഷേ ചരിത്രത്തിൽ എവിടെയും ഗോവിന്ദകവി എന്ന സോക്കോൾഡ് അധകൃത കവി, സോക്കോൾഡ് എന്ന് ഞാൻ പറയുകയാണ് കാരണം അദ്ദേഹം പിറന്നത് അത്തരം ഒരു പിന്നാക്ക ജാതിയിൽപ്പെട്ടാണ്. അദ്ദേഹം ആറന്മുള പന്തളം പ്രദേശം വിട്ട് എവിടെയെങ്കിലും പുറത്തു പോയിട്ടുള്ളതായിട്ട് അറിയില്ല.
പക്ഷെ സുന്ദരമായി ഈ ഭൂമണ്ഡലത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു 2 വരി ഞാൻ തിരുനെല്ലി മാലയിൽ നിന്ന്, ആ പ്രാചീന മലയാള കൃതിയിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കാം. എഴുതിരക്കടൽ വളക്കും എഴുതീപുള്ള വെറ്റിൽ ചെഴുമണി ചൂടർ വിളങ്കം ചെമ്പൂത്തി വിവിടമല്ലോ. ഇത്ര സുന്ദരമായ പറയുന്നത് വാക്കുകളെന്താ? എഴുതിരക്കടൽ വളക്കും, വലയമായി, അതായത് നമ്മുടെ പ്രാചീന സംസ്കൃത കൃതികളിലൊക്കെയും സപ്തസാഗരങ്ങളെ കുറിച്ചുള്ള വർണ്ണന അതാണ്. ഉപ്പുവെള്ളം കൊണ്ടുള്ള സമുദ്രം, പിന്നെ പാല് കൊണ്ടുള്ളത്, വെണ്ണ കൊണ്ടുള്ളത് എന്നൊക്കെയുള്ള സങ്കല്പങ്ങളാണ്. ആ 7 സമുദ്രങ്ങളെ കുറിച്ച് ഗോവിന്ദകവി വർണ്ണിക്കാൻ എഴുതിരക്കടൽ വളക്കും എഴുതീപുള്ള വെക്കും വെറ്റിൽ. 7 ദ്വീപ്, സപ്തദ്വീപ് എന്ന നമ്മുടെ പ്രാചീന സംസ്കൃതികളുടെ വർണ്ണന ശുദ്ധ മലയാളത്തിൽ വർണ്ണിച്ചു വയ്ക്കുന്നു. പിന്നെയോ ചെമ്പുദ്വീപ് ഇവിടമല്ലോ. ചെമ്പുദ്വീപ് എന്ന് പറയുന്ന ജംബുദ്വീപ്. നമ്മുടെ സംസ്കൃതത്തിൽ സങ്കല്പ മന്ത്രങ്ങളൊക്കെ ഏത് പൂജ ചെയ്യുന്നതിന് മുമ്പൊക്കെ നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും ജംബുദ്വീപേ ഭാരതഖണ്ഡേ ഭാരതവർഷേ പൂർണ്ണ നദി ദക്ഷിണ തീരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സങ്കല്പ മന്ത്രങ്ങൾ ചൊല്ലും. ആ സങ്കല്പ മന്ത്രത്തിൽ ഭാരതഖണ്ഡത്തിനും ഭാരതവർഷത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ജംബുദ്വീപ് എന്ന സങ്കല്പമുണ്ട്. ഇത് എഴുതിയത് ഇങ്ങ് തെക്കുള്ള കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ പിറന്നൊരു കവി. അപ്പൊ ഭാരതം എന്ന സങ്കല്പം എത്ര പുരാതനമാണ്, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഉള്ളതാണെന്ന് പറയാൻ കഴിയുമോ? ഇനി സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതിയ കൂട്ടത്തിൽ പ്രബലമായ ഇടപെടലുകൾ നടത്തി ദക്ഷിണ ഭാരതത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് എഴുതി ചേർക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തേണ്ടിയിരുന്ന ബുദ്ധിജീവികളാണ് തെക്കൻ ഭാഗം വേറെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഭാരതത്തിന്റെ ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ദക്ഷിണ ഭാഗത്തിന്റെ വേണ്ടത്ര വർണ്ണനകളില്ലായിരുന്നു. പക്ഷെ ഇപ്പോ വരികയാണ്. ഇപ്പോ വേലുനാച്ചിയാരും മരുതു പാണ്ഡ്യനും അഭയ റാണിയും റാണി അബ്ബക്കയും ഒക്കെ ഇന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ പുതുതായി ഇടം പിടിക്കുന്നു. ചരിത്രത്തെ കാവ്യവൽക്കരിക്കുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ ദക്ഷിണ ഭാഗത്തിനുമൊക്കെ വേണ്ടത്ര പങ്കാളിത്തം കിട്ടുന്നതിനെയാണ് ചിലരൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തെ വളച്ചൊടിക്കുന്നു. ഇരിക്കട്ടെ, ദക്ഷിണ ഭാഗത്തെ ഏറ്റവും ശക്തമായ സമരം നടന്ന ഒരു പ്രദേശമാണ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ശിവഗംഗ ജില്ല. ആ ശിവഗംഗയിലെ പ്രസിദ്ധയായ പോരാളി റാണി വനിതകളുടെയും പുരുഷന്മാരുടെയും സേനയുണ്ടാക്കി ബ്രിട്ടീഷുകാരോടും സൈമൾട്ടന്യസ്ലി ആർക്കോട്ട് നവാബിനെതിരായും പോരാട്ടം നടത്തിയ ധീരയായ വേലുനാച്ചിയാർ. ആ വേലുനാച്ചിയാർക്ക് ശേഷം പട വീണ്ടും മുന്നോട്ട് നയിച്ചത് മരുതു പാണ്ഡ്യനും ചിന്ന പാണ്ഡ്യനുമാണ്. മരുതു സഹോദരന്മാർ എന്ന പേരിൽ പ്രസിദ്ധരാണ്. ഈ മരുതു സഹോദരന്മാരുമായിട്ടാണ് പഴശ്ശിത്തമ്പുരാൻ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാരായിട്ടുള്ള പോരാട്ടത്തിൽ. പക്ഷേ പല കാരണങ്ങളാൽ, അവിടുത്തെ ചില പ്രശ്നങ്ങളാൽ പാണ്ഡ്യപ്പടയ്ക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ബ്രിട്ടീഷുകാര് കേരളത്തെ വീണ്ടും അടിച്ചമർത്താൻ കഴിഞ്ഞത് എന്ന ചരിത്രത്തിന്റെ മറ്റൊരു വശം. ഇരിക്കട്ടെ, ഈ പാണ്ഡ്യ സഹോദരന്മാര് പെരിയമരുതും ചിന്നമരുതും യുദ്ധം തുടങ്ങുന്ന, അവരുടെ അന്തിമ പോരാട്ടം തുടങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ വേലുത്തമ്പി തളവ പോരാട്ടം തുടങ്ങുന്നതിന് മുമ്പ് കുണ്ടറ വിളംബരം പറഞ്ഞതുപോലെ അവരൊരു വിളംബരം പ്രഖ്യാപിച്ചു. ആ വിളംബരത്തിന്റെ പേര് വളരെ ശ്രദ്ധേയമാണ്. ജംബുദ്വീപ പ്രകടനം എന്നായിരുന്നു. എങ്ങനെയാണ് ഈ ഡൗൺ സൗത്തിലുള്ള സോക്കോൾഡ് ഇവരെല്ലാം പറയുന്ന ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് എങ്ങനെ ജംബുദ്വീപ് എന്ന സങ്കല്പം ഉണ്ടായി? സ്വാതന്ത്ര്യം നേടേണ്ടത് ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ ഇന്ത്യയല്ല, അതിനപ്പുറത്തുള്ള ബൃഹത്തർ ഭാരതമല്ല, അതിനപ്പുറത്തുള്ള അഖണ്ഡ ഭാരതവുമല്ല, അതിനെല്ലാം ഉൾക്കൊള്ളുന്ന, വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ യൂറോ ഏഷ്യ, അതാണ് ജംബുദ്വീപ്. യൂറോ ഏഷ്യ അതിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നു. ഇനി അതിനെ കൂടുതൽ വ്യാഖ്യാനിച്ചാൽ ഭൂമി തന്നെയാണ് എന്നുള്ള വ്യാഖ്യാനങ്ങളും പല പണ്ഡിതന്മാരും ജംബുദ്വീപിന് നൽകുന്നുണ്ട്. അത് മറ്റൊരു വസ്തുത. പക്ഷെ പറഞ്ഞു വന്നത്, ഭാരതം എന്ന ഒരു ഏകസത്ത അത് സമീപകാലത്തുണ്ടായതല്ല. ആ ഒരു സാംസ്കാരിക ഏകത്വം എത്രയോ കാലങ്ങളായി ഇവിടെ ശക്തമായിരുന്നു. നമ്മൾ അഭിമാനത്തോടുകൂടി ആദരവോടുകൂടി വല്ലഭായ് പട്ടേലിനെയും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി പി മേനോൻ സാറിനെയും ഒക്കെ അനുസ്മരിക്കുന്നു. ഭാരതത്തിന്റെ ഏകത്വത്തെ സാധ്യമാക്കിയതിൽ, വിഭജനാനന്തരമുള്ള ഭാരതത്തിന്റെ ഏകത്വത്തെ ഒരു തുള്ളി ചോര പോലും പൊടിയാതെ ഏകീകരിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും സത്യത്തിൽ അവരാണ് അർഹിക്കുന്നത്. അവർ ചെയ്ത പ്രവർത്തനം
നമുക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ എന്തുകൊണ്ടാണ് പറയുന്നത്? അതിൻ്റെ അടിയിലേക്ക് ഒന്നുകൂടി ആഴ്ന്നിറങ്ങി ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് സർദാർ വല്ലഭായ് പട്ടേലിനും VP മേനോനും അത് കഴിഞ്ഞത്? അതിന് കഴിയാനുള്ള കാരണം അന്തർലീനമായ അന്തർധാര, ഭാരതത്തിന്റെ ഏകത്വം, സാംസ്കാരിക ഏകത്വം, ദ ഇൻഡ്യൂബിറ്റബിൾ കൾച്ചറൽ യൂണിറ്റി ഓഫ് ഭാരത് സ്പ്രെഡിംഗ് ഫ്രം വൺ എൻഡ് ടു എൻഡ്. എന്റെ പ്രയോഗമല്ല, സാക്ഷാൽ ബാബാ സാഹബ് അംബേദ്കറുടെ പ്രയോഗമാണ്. 1916 കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ തന്റെ മുൻ സർവകലാശാലയിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി പോയി ബാബാ സാഹബ് അംബേദ്കർ. ഒരു ആന്ത്രോപോളജിക്കൽ സെമിനാർ ആയിരുന്നു. അതിൽ ഓൺ കാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പേപ്പർ അവതരിപ്പിച്ചു. ഇന്നും നമുക്കത് വായിക്കാൻ കിട്ടും, പബ്ലിക് ഡൊമൈനിലുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഭാരതത്തിന്റെ സാംസ്കാരിക ഏകതയെക്കുറിച്ച്. ലോകത്തുള്ള ഒരു രാഷ്ട്രത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ജോഗ്രഫിക്കൽ യൂണിറ്റി ഭാരതം എന്ന, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പെനിൻസുല എന്നാണ്. ഭാരതം എന്ന ഈ പ്രദേശത്തിനുണ്ട് ഒരു ജോഗ്രഫിക്കൽ ഏകത. പക്ഷെ ആ ജോഗ്രഫിക്കൽ ഏകതയുടെ കാരണം, ദ വെരി ബേസ് ഓഫ് ദ ജോഗ്രഫിക്കൽ യൂണിറ്റി ഈസ് കൾച്ചറൽ യൂണിറ്റി. പിന്നീട് അദ്ദേഹം ആവർത്തിക്കുകയാണ് ആ പ്രഭാഷണത്തിൽ, ദ ഇൻഡ്യൂബിറ്റബിൾ കൾച്ചറൽ യൂണിറ്റി വിച്ച് സ്പ്രെഡ്സ് ഫ്രം വൺ എൻഡ് എന്ന് പറഞ്ഞാൽ സൗത്ത്, ദക്ഷിണ ഭാഗത്ത് നിന്ന് ഉത്തരഭാഗം വരെയുള്ള ആ ഭാരതത്തിന്റെ ഏകത്വത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതിനെയാണ് മരുതു സഹോദരന്മാർ പറഞ്ഞത്, അതിനെയാണ് സംഘസാഹിത്യത്തിൽ അവർ പറഞ്ഞത്, അതിനെയാണ് അതിനു മുമ്പുള്ള നമ്മുടെ കൃതികളിലെല്ലാം, വേദം വരെ പരന്നു കിടക്കുന്ന ആ മഹത്തായ കൃതികളിലൊക്കെയും വർണ്ണിക്കപ്പെട്ടത്. അതിനെയെല്ലാം എടുത്തുകൊണ്ടാണ് രാം മനോഹർ ലോഹ്യ, ദ ഗ്രേറ്റ് സോഷ്യലിസ്റ്റ് ലീഡർ, അദ്ദേഹം ഒരു തരത്തിലും ഒരു സോ കോൾഡ് സ്പിരിച്വലിസ്റ്റോ റിലീജിയസ് ഫോളോവറോ ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഭാരതത്തെ ഏകീകരിച്ചവർ ശ്രീരാമചന്ദ്ര മഹാപ്രഭു വടക്കിനെ തെക്കിനോട് യോജിപ്പിച്ചു, ശ്രീകൃഷ്ണ പരമാത്മാവ് പടിഞ്ഞാറിനെ കിഴക്കിനോട് യോജിപ്പിച്ചു, സാക്ഷാൽ പരമശിവൻ ഭാരതത്തിന്റെ ഓരോ തരി മണ്ണിലും സ്പന്ദിക്കുകയാണ്. ഇതാണ് ഭാരതത്തിന്റെ ഏകത്വം. ആര് നിഷേധിച്ചാലും ഈ സ്പിരിച്വൽ ഏകത്വം, ഈ ആധ്യാത്മിക ഏകതയെ നിഷേധിക്കാൻ ആവാത്തതായ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഏകത്വത്തെ, ഇതിന് കാരണമായിട്ടുള്ള സ്പിരിച്വാലിറ്റി, അതാണ് ഭാരതത്തിന്റെ നിലനിൽപ്പിന് കാരണം. ഷാൽ ഇന്ത്യ ഡൈ, ഭാരതത്തിന് മരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചു സ്വാമി വിവേകാനന്ദൻ. നോ, നെവർ എന്ന് അദ്ദേഹം തന്നെ ഉത്തരം പറഞ്ഞു. എന്തുകൊണ്ട്? ഭാരതത്തിലെ ജനങ്ങൾ സ്പിരിച്വാലിറ്റിയെ ഉപേക്ഷിക്കില്ല. ഇനി അവരത് ഉപേക്ഷിച്ചാൽ ലോകം മുഴുവൻ തന്നെ തകരും. ഭാരതം ഇല്ലാതാവുക മാത്രമല്ല, ലോകം മുഴുവൻ തന്നെ തകരും. പിന്നീട് കാമമാകും ഇവിടുത്തെ ദേവത, അർത്ഥമാകും ആചാര്യന്മാർ. അവരായിരിക്കും ഇവിടെ മുഴുവൻ അഴിഞ്ഞാടാൻ വേണ്ടി പോകുന്നത്, ലോകം മുഴുവൻ. കാരണം ഭാരതത്തിന്റെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത, ദ കൾച്ചറൽ യൂണിറ്റി, ബാബാ സാഹബ് അംബേദ്കർ പറഞ്ഞ ദാറ്റ് ഇൻഡ്യൂബിറ്റബിൾ കൾച്ചറൽ യൂണിറ്റി, സംശയാതീതമായ, ഒരാൾക്കും നിഷേധിക്കാനാവാത്ത ആ കൾച്ചറൽ യൂണിറ്റി, ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കണം. ഭാരതത്തിന്റെ ഏകത്വത്തെക്കുറിച്ച് അതിനെ നിഷേധിക്കാനോ അതിനെ ഭിന്നമാക്കാനോ അതിനെ വിഭജിക്കാനോ ഒരാളെയും അനുവദിക്കില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞ, ആ ദൃഢപ്രതിജ്ഞ എടുക്കേണ്ട കേന്ദ്രം ഈ ദക്ഷിണ ഭാഗത്തുള്ള ഭാരതീയരുടെ ചുമതലയാണ്. ചിലരെല്ലാം പറയുന്നത് പോലെ ഇത് ഭാരതത്തിൽ നിന്ന് വേറിട്ട ഒരു പ്രദേശം അല്ല. എല്ലാ കാലത്തും സാംസ്കാരിക ആധ്യാത്മിക സംഭാവനകൾ മാത്രമല്ല, സത്യമാണ്, ഈ പ്രദേശത്ത് നിന്ന് അമൂല്യങ്ങളായിട്ടുള്ള ആർത്ഥിക സംഭാവനകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. സിന്ധു നദീതട നാഗരികത മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ, അന്നത്തെ ട്രേഡ് റിലേഷൻസിനെ കുറിച്ചുള്ള ചരിത്രം പരിശോധിച്ചാലും കേരളത്തിന് വലിയ പങ്കുണ്ട്. സമുദ്രം വഴി മാത്രമല്ല, കര വഴിയെ, സിന്ധു നദീതട നാഗരികത വഴിയെ നമ്മുടെ ഇവിടെ നിന്നുള്ള ട്രേഡ് റിലേഷൻസിന്റെ ചരിത്രം, ആ ട്രേഡിന്റെ പാത്തിനെ കുറിച്ചുള്ള ചരിത്രം, അത് വർണ്ണിക്കാൻ വേണ്ടി ദക്ഷിണാപഥ്, ഉത്തരാപഥ് എന്ന് രണ്ട് സാങ്കേതിക പദാവലികൾ ആ കാലത്തെ സാമ്പത്തിക ചരിത്രകാരന്മാർ ഉണ്ടാക്കിയതും ഒക്കെ പുറത്തു വരട്ടെ, ചർച്ച ചെയ്യപ്പെടട്ടെ, ലോകത്തിന്റെ മുമ്പാകെ ഈ വിഷയങ്ങൾ വരട്ടെ. അത്തരത്തിലുള്ള കേരളം ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ ദക്ഷിണ ഭാഗത്തെ ഒരാൾക്കും മറ്റൊന്നാക്കി മാറ്റാൻ സാധിക്കില്ല. തെറ്റായ രാഷ്ട്രീയ ആഖ്യാനങ്ങൾ, പൊളിറ്റിക്കൽ നാരേറ്റീവ്, സ്വന്തം രാഷ്ട്രീയ ലാഭം നോക്കിക്കൊണ്ട് കേരളത്തെ ചൂഷണം ചെയ്യുന്നു, തമിഴ്നാടിനെ ചൂഷണം ചെയ്തു, ചൂഷണം ചെയ്ത് തെഴുക്കുകയാണ് ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ എന്നൊക്കെയുള്ള വിഘടനവാദത്തിന്റെ സന്ദേശങ്ങൾ, അത് മഹാ അപകടകരമാണ്. ആദ്യം പരമേശ്വരജി പറഞ്ഞ വാചകം ഞാൻ ബോധപൂർവം നിങ്ങളുടെ മുമ്പിൽ വെച്ചതാണ്.
കേരളത്തിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, തെലുങ്കാനയിൽ നിന്നും ഭാരതത്തെ അടർത്തി മാറ്റാനുള്ള അപകടകരമായ വേലയാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. അതിലൂടെ ഭാരതം അപൂർണമാക്കാനുള്ള, വീണ്ടും ഖണ്ഡിതമാക്കാനുള്ള ഈ പരിശ്രമം, ഞാൻ വെറും ജോഗ്രഫിക്കൽ വിഭജനത്തെക്കുറിച്ചല്ല പറയുന്നത്, മാനസിക ഏകത്വത്തിൻ്റെ ആ ഒരു വലിയ വിടവ് സൃഷ്ടിക്കാൻ, മനസ്സും തമ്മിൽ അകറ്റാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമത്തെ അത് സത്യം മനസ്സിലാക്കിക്കൊണ്ട് നേരിടാനും ചെറുക്കുവാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. ആ തയ്യാറാവുന്നെങ്കിൽ മാത്രമേ, മാർട്ടിൻ ലൂതർ കിങ് സെക്കൻഡ് ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി, ഈ കുഴപ്പങ്ങളെല്ലാം ഇത്രയേറെ ആർത്തലച്ച് ഉണ്ടാകുന്നതിൻ്റെ കാരണം വിരുദ്ധന്മാരുടെ, തെറ്റായ വഴിയെ പോകുന്നവരുടെ എണ്ണക്കൂടുതൽ കൊണ്ടല്ല, എണ്ണക്കൂടുതൽ നല്ലവരുടെ എണ്ണമാണ്. നല്ലവരാണ് ഏറ്റവും കൂടുതലുള്ളത്, പക്ഷേ അവർ മിണ്ടുന്നില്ല. കുഴപ്പം കാണിക്കുന്ന ആൾക്കാർ ഉച്ചത്തിൽ അലറുകയാണ്. അതുകൊണ്ട് അവരുടെ ആ കാക്കോഫോണിയിൽ, അവരുടെ ആ വലിയ ബഹളത്തിൽ സത്യം നേര് ലോകരറിയാതിരിക്കുകയാണ്. അതുകൊണ്ട് സമയമായി കഴിഞ്ഞിരിക്കുന്നു. നല്ല മനസ്സുകൾ, സുമനസ്സുകൾ, എണ്ണത്തിൽ കൂടുതൽ തന്നെയുള്ള സുമനസ്സുകൾ മുന്നോട്ട് വരികയും അവരുറക്കെ പറയണം, മാനസികമായി ഞങ്ങളെ അകറ്റാൻ സാധ്യമല്ല, ആ സേതു ഹിമാചലം, ഭാരതം ഒന്നാണ് എന്ന വസ്തുതയെ ഉറക്കെ പറയാൻ തയ്യാറാവണം. അതിനുവേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം. ചിന്തനീയമായ വാക്കുകൾക്ക് നന്ദി സർ. നമുക്കായി പ്രാർത്ഥനാഗാനം ആലപിച്ച ജ്ഞാനപീഠ ജേതാവും സുപ്രസിദ്ധ കവിയുമായ ശ്രീ ONV കുറുപ്പ് സാറിൻ്റെ കൊച്ചുമകൾ അപർണയെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം സമ്മാനിക്കാനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെയും ക്ഷണിക്കുന്നു. Thank you. Dr. K. Madhusudan Pillai is the General Secretary of Kesari Conclave Reception Committee, and he is also former NARC academic consultant. He is academic director and dean at Bharati Vichara Kendram Research Center. He is Chancellor nominee of Academic Council, member of Goa University. He is the Indian President nominee of Executive and Code Committee. With these few words, I request Sri Dr. K. Madhusudan Pillai. Vote of thanks. എല്ലാവർക്കുമായിട്ട് വളരെ ലഘുവായിട്ട് ഞാനങ്ങ് പറയും. അതുകൊണ്ട് നമ്മുടെ ഈ കഴിഞ്ഞ സെഷൻ ബ്രിഡ്ജിംഗ് സൗത്ത് ഇൻ്റഗ്രേറ്റ്സ് ഇന്ത്യ, സ്പിരിച്വൽ ടൂറിസം ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഇന്ത്യ, ഇതാണ് നമ്മുടെ ഈ കോൺക്ലേവിൻ്റെ വിഷയം. ഈ വിഷയത്തിലെ അടിസ്ഥാനമാക്കിയായിരുന്നു നമ്മളുടെ ഈ ഉദ്ഘാടന സഭ ചർച്ച ചെയ്യപ്പെട്ടത്. അടുത്ത സഭകൾ ഇനിയും 3 സഭയുടെ ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ തന്നെ ഒരു 30 മിനിറ്റ് ഷോർട്ടായിട്ടാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും, ഈ ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഗൈതവമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. അത് വന്നവർക്ക് എൻ്റെ എല്ലാവരുടെയും അങ്ങേയറ്റത്തെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നു. Thank you. Now we are proceeding to the second session of this event on the topic Role of Academia in Promoting Divisive Narratives. This will be an interactive session and I request all of you to engage in meaningful deliberations and discussion.